Hi everyone, this is Shafi Muhammad. Welcome to this another episode of Ask Shafi Show. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ ക്വസ്റ്റ്യൻസും നിങ്ങൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ടീം മെമ്പർ ആദിൽ റെഡിയാണ്. ആർ റെഡി? യെസ്. അപ്പോൾ നമ്മുടെ ഗസ്റ്റിനെ കുറിച്ച് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഗസ്റ്റ് എന്ന് പറയുന്നത് അദ്ദേഹം നിലവിൽ അദ്ദേഹത്തിൻ്റെ ഫുൾ ടൈം ജോബ് എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവ് ആണ് ഓൾ ഇന്ത്യ റേഡിയോ മഞ്ചേരി FM-ൽ. അതേപോലെ തന്നെ അദ്ദേഹം ഒരു പേഴ്സണൽ ഗ്രോത്ത് ആർക്കിടെക്റ്റ് ആണ്. അതേപോലെ തന്നെ അദ്ദേഹം ഒരു ആമസോൺ ബെസ്റ്റ് സെല്ലിംഗ് ഓഥറാണ്. അതിന് പുറമെ അദ്ദേഹം യുഡമി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ 119 രാജ്യങ്ങളിൽ നിന്ന് സ്റ്റുഡൻസ് അദ്ദേഹത്തിൻ്റെ കോഴ്സുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റു പല അച്ചീവ്മെൻറ്റ്സും കാര്യങ്ങളും നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. ഗസ്റ്റിനെ നമുക്ക് പരിചയപ്പെടാം. ഗസ്റ്റ് നൺ അതർ ദാൻ മുനീർ ആമിയൂർ. ഹായ്. ഹലോ, ഹായ്. സോ വെൽക്കം ടു ദ ഷോ. ഇനി എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം ഇന്നിവിടെ വന്നിരിക്കുന്നതിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള കാരണം എന്താണ്? അദ്ദേഹം സ്പെഷ്യലായിട്ട് ഇവിടെ വന്നിരിക്കുന്നതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ഇതാണ് ആമസോൺ ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള ബുക്ക്, ദ ഗ്രോത്ത് ഹാക്കർ, 99 ഫാക്ട്സ് അബൌട്ട് പേഴ്സണൽ ഗ്രോത്ത് ദാറ്റ് വിൽ മേക്ക് യു തിങ്ക് ട്വൈസ്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ബുക്കാണ് ഈ ബുക്ക്. ഈ ബുക്കിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ സംസാരിക്കാനും ഷെയർ ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇന്നത്തെ ഈ ഒരു ഷോയിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുള്ളത്. സോ ബിഫോർ ഗോയിങ് ടു ദ ക്വസ്റ്റ്യൻസ്, I would love to ask you some questions about you and so can you please introduce yourself and the book. So what is this book all about and why this book is unique? Thank you, Shafi. ഈ പുസ്തകം എന്തുകൊണ്ട് എഴുതി എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഒരുപാട് മോട്ടിവേഷണൽ ബുക്സ്, സെൽഫ് ഹെൽപ്പ് ബുക്സ് മാർക്കറ്റിലുണ്ട്. നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോരുത്തർക്കും ഇത് എന്നെ കുറിച്ചാണ് എന്ന് തോന്നുന്നത്. ഓരോരുത്തരുടെയും അടുക്കളയിലും ബിസിനസ്സിലും എല്ലാം സംഭവിക്കുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് ഓക്കെ ഇതെന്നെ കുറിച്ചാണ് എന്ന് തോന്നുന്ന തരത്തിൽ പ്രാക്ടിക്കലായിട്ട് തിയറികളില്ലാത്ത ഒരു ബുക്ക്. ഓക്കെ, പേഴ്സണൽ ഡെവലപ്മെന്റിന്റെ തിയറികളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു ബുക്കാണ്. ഓക്കെ. അതേപോലെ തന്നെ ഈ ബുക്കിൽ എന്ന് വെച്ചാൽ 3 പാർട്ടായിട്ടാണ് ഈ ബുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. സോ അത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഫസ്റ്റ് വരുന്നത് മൂവ് ഫോർവേഡ് എന്നുള്ളതാണ്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ സെക്കൻഡ് ലുക്ക് ഇൻവാർഡ് എന്നുള്ളതാണ്. ദെൻ സ്പ്രെഡ് ഔട്ട്വാർഡ്. വാട്ട് ഈസ് ദിസ് ഓൾ അബൌട്ട്? മൂവ് ഫോർവേഡ് എന്നുള്ളതാണ് ഏതൊരാൾക്കും അർജന്റായിട്ട് വേണ്ട ഒരു കാര്യം അല്ലേ. ഇപ്പോൾ ഫെയിലിയേഴ്സ് എല്ലാവർക്കും ഉണ്ടാവും, ചിലപ്പോൾ സ്റ്റക്കായി പോകും. സ്റ്റക്കായി പോകുന്ന സമയത്ത് വീണ്ടും ഒന്ന് എണീറ്റ് നിന്ന് ഓടാനുള്ള ഒരു കരുത്ത്, മൂവ് ഫോർവേഡ്, എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ, ആരൊക്കെ കളിയാക്കിക്കോട്ടെ, എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നോട്ടെ, കീപ് മൂവിങ് ഫോർവേഡ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പറിച്ചെടുത്ത് എടുക്കുക എന്ന് പറയാം. ഇതിൽ ആ ഭാഗത്ത് പലതും ഒറിജിനൽ എക്സ്പീരിയൻസസ് ആണ് ഷെയർ ചെയ്തിട്ടുള്ളത്. ഒരുപാട് തോറ്റിട്ടുള്ള ആളാണ് ഞാൻ, പലവട്ടം തോറ്റിട്ടുണ്ട്. ആ തോറ്റ കഥകൾ പലതും ഉണ്ട്. അതോടൊപ്പം നമ്മൾ പരിചയപ്പെട്ട ഒരുപാട് വ്യക്തികൾ, ഇപ്പോൾ ആകാശവാണിയിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടുന്ന് പരിചയപ്പെട്ട ഒരുപാട് ആളുകൾ, സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്ന് പരിചയപ്പെട്ട ആളുകൾ, ഇവർ ഷെയർ ചെയ്യുന്ന കഥകൾ എങ്ങനെയാണ് വീണിടത്ത് നിന്ന് എണീറ്റ് അവർ കീപ് മൂവിങ് ഫോർവേഡ്, ഹൗ ആർ ദേ കീപ് മൂവിങ് ഫോർവേഡ്, അതിൽ നിന്നുള്ള റിയൽ സ്റ്റോറീസ്. അതാണ് നമ്മൾ ഫസ്റ്റ് പാർട്ട്. ഓക്കെ, നമുക്ക് പാർട്ട് 2നെ കുറിച്ചും പാർട്ട് 3യെ കുറിച്ചും നിങ്ങൾക്ക് എന്തായാലും കൂടുതൽ ചോദിച്ചറിയണം. അതിനു മുൻപ് നിങ്ങളുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ ലെറ്റ്സ് ഗോ ടു ദ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ഓക്കെ. ഞാൻ ഒരു സംരംഭം തുടങ്ങിയിട്ടുണ്ട്, ഒരു സീ ഫുഡ് റെസ്റ്റോറന്റ്. വളരെ മോശമായ രീതിയിലാണ് കച്ചവടം. ഹായ് റിയാസ്, സുഖാണെന്ന് വിചാരിക്കുന്നു. സീ ഫുഡ് റെസ്റ്റോറൻറ്റ് കച്ചവടം മോശമാണ്, പക്ഷേ എങ്ങനെ ഉഷാറാക്കി എടുക്കാം? ഒരൊറ്റ കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിനെക്കുറിച്ച് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. അപ്പം അതിന് മുൻപ് എൻ്റെ കുറച്ച് പെർസ്പെക്റ്റീവ് ഞാൻ പറയാൻ ശ്രമിക്കാം. ഒരു ബിസിനസ് പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ വി നീഡ് ടു പ്രിപ്പയർ അവർ പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് ടു ദ മാർക്കറ്റ് ഓർ ദാറ്റ് മാർക്കറ്റ് ഷുഡ് ബി റെഡി ടു ബൈ. അപ്പോൾ ഒന്നുകിൽ എന്ത് ചെയ്യണം, നമ്മുടെ പ്രോഡക്റ്റ് റെഡി ആയിട്ടുള്ള മാർക്കറ്റിനനുസരിച്ചിട്ടുള്ള പ്രോഡക്റ്റ് ആണോ, അതായത് കറക്റ്റ് ടാർഗറ്റ് മാർക്കറ്റിലാണോ നിങ്ങൾ എത്തിയിട്ടുള്ളത്, ആ മാർക്കറ്റ് ടെറിട്ടറി കറക്റ്റ് ആണോ. രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രോഡക്റ്റ് കറക്റ്റ് ടൈമിലാണോ എത്തിയിരിക്കുന്നത്. കാരണം ചില സമയത്തുള്ള ചില പ്രോഡക്ട്സുകൾ ചിലപ്പം ആക്സെപ്റ്റബിൾ ആയിരിക്കില്ല. സോ ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ടൈമിങ്ങിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ബിസിനസ്സിലേക്ക്, അതായത് ഷാഫി സ്പേസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇറങ്ങുന്ന സമയത്ത് 2012 ഞാൻ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഐ വാസ് ടു ഏർലി ടു ദ യൂട്യൂബ്. കാരണം കഴിഞ്ഞ ഒരു 2 വർഷമായിട്ടാണ് യൂട്യൂബ് ശരിക്കും അടിച്ചു കയറിയിരിക്കുന്നത്, ജനങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത്.
അപ്പോൾ അതിന് മുൻപ് ഞാൻ യൂട്യൂബിൽ കുറേ മുൻപേ ഞാൻ ഇറങ്ങിയിട്ട് കുറേ കാലം കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഒരു 3 വർഷത്തോളം വലിയ റെസ്പോൺസ് ഒന്നും ഉണ്ടായിരുന്നില്ല. 3 വർഷം കഴിഞ്ഞതിന് ശേഷമാണെന്ന് വെച്ചാൽ എനിക്ക് നല്ല റെസ്പോൺസ് വന്നത്. ആ 3 വർഷം ഇതുപോലെയാണ്. ചിലപ്പം ഒരു എന്താ പറയുക, നിങ്ങളുടെ മാർക്കറ്റ് റെഡി ആണോ എന്നുള്ളതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം. പക്ഷേ സീ ഫുഡ് റെസ്റ്റോറൻ്റ് ആയിട്ടുള്ള ഒരു ഇതിൽ തീർച്ചയായിട്ടും ടൈമിങ്ങിൻ്റെ പ്രശ്നം വലിയൊരു കാര്യമായിട്ട് ഉണ്ടാവില്ല. ജനങ്ങൾ ഇപ്പോൾ അതിന് ഓപ്പൺ അപ്പ് ആയിരിക്കാം. നിങ്ങൾ ലൊക്കേഷനിലുള്ള ജനങ്ങൾ അതിന് റെഡി ആയിട്ടുണ്ടോ എന്നുള്ളതാണ്. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളോട് സ്വയം ചോദിക്കുക. മറ്റൊരു കാര്യം, നിങ്ങളുടെ പ്രോഡക്റ്റ് ഇതിന് വേണ്ടിയിട്ട് മാർക്കറ്റിന് വേണ്ടിയിട്ട് റെഡി ആക്കിയിട്ടുണ്ടോ എന്നുള്ളതും കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിതിൽ ഒരു കാര്യത്തെപ്പറ്റി പറയുമ്പോൾ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് കച്ചവടം കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽസ് കുറവാണ്. സെയിൽസ് കുറവാകുന്നതിന് കാരണം മാർക്കറ്റിംഗ് ഇഫക്റ്റീവ് ആയിരിക്കില്ല, വേണ്ട രീതിയിലേക്ക് ജനങ്ങളിലേക്ക് റീച്ച് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ റീച്ച് ചെയ്യാൻ പല മെത്തേഡുകളുണ്ട്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ബുക്ക് ഇവിടെ ഇന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇത് ഇദ്ദേഹം ഗ്ലോബലിയാണ് റീച്ച് ചെയ്തിട്ടുള്ളത്, റൈറ്റ്? അപ്പോൾ ആ ഒരു ഗ്ലോബലി റീച്ച് ചെയ്തിരിക്കുന്നത് സോഷ്യൽ മീഡിയയുടെ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ ഒരു സഹായം ഉപയോഗിച്ചുകൊണ്ടാണ്. റൈറ്റ്? ഇന്നത്തെ കാലത്ത് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇൻ്റർനെറ്റിൻ്റെ സഹായത്താൽ ഈ പറഞ്ഞിരിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുമോ? വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദാറ്റ്? തീർച്ചയായിട്ടും ഇന്റർനെറ്റിന്റെ സഹായം സ്വീകരിക്കാൻ പറ്റും. അത് സ്വീകരിക്കാതെ മാറി നിൽക്കുമ്പോഴാണ് പലപ്പോഴും പിന്നിൽ പോകുന്നത്. ഇന്ന് നമ്മുടെ ഒരു ഫേസ്ബുക്കൊക്കെ ഒരാൾ ജസ്റ്റ് ഒരു 69 ക്ലിക്ക് എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്താൽ ആളുടെ കംപ്ലീറ്റ് ടേസ്റ്റ് മനസ്സിലാക്കുന്നുണ്ട്. ഏത് ടൈപ്പ് കസ്റ്റമർ ആണ്, എന്തൊക്കെയാണ് ലൈക്സ് ഡിസ്ലൈക്സ് എല്ലാം. അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കുന്ന ഫേസ്ബുക്ക് പോലെയുള്ള ഒരു മാധ്യമത്തിൽ ഇപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉപയോഗിച്ചൊരു പരസ്യം കൊടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് അവരുടെ ആ ഒരു ഫുഡ് ഇഷ്ടപ്പെടുന്ന, പുറത്ത് ഔട്ടിങ് പോകാൻ ഇഷ്ടപ്പെടുന്ന, ഇങ്ങനെ എസ്പെഷ്യലി സീ ഫുഡ് മറ്റു കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന കറക്റ്റ് കസ്റ്റമേഴ്സിനെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡ്സിന് ഒന്ന് മാറി ചിന്തിച്ചാൽ ഇത്തരത്തിൽ ഒന്ന് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പോലെയുള്ള മാധ്യമങ്ങൾ നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റില്ല. തീർച്ചയായിട്ടും അതിന് ഉപയോഗപ്പെടുത്താൻ പറ്റും. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണെന്ന് വെച്ചാൽ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ. ഇപ്പം ഒരു എക്സാമ്പിൾ പറയാം. ഇദ്ദേഹത്തിൻ്റെ ബുക്കാണ് ഈ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ബുക്കാണ്. ഈ ഒരു ചാനലിലൂടെ പരിചയപ്പെടുന്നതിലൂടെ എൻ്റെ ഓഡിയൻസിലേക്കുള്ള ഒരുപാട് ആൾക്കാർക്ക് ഇദ്ദേഹത്തിനെ പരിചയപ്പെടാൻ പറ്റും. ഇതിനു മുൻപ് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ എന്ന് വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ബുക്ക് അവർക്ക് വാങ്ങിക്കാൻ പറ്റും. നമ്മൾ ഈ ഒരു ബുക്കിൻ്റെ ലിങ്ക് എന്ത് ചെയ്യുന്നത് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. അതിൻ്റെ സോഫ്റ്റ് കോപ്പിയും കിട്ടും, ഹാർഡ് കോപ്പിയും കിട്ടും, അല്ലേ? ഓക്കെ. സോ അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഇത് പോസിബിളാണ്. അതെങ്ങനെയാണ് നമ്മൾ പോസിബിൾ ആക്കുന്നത്? ഇത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ സീ ഫുഡ് റെസ്റ്റോറൻറ്റ് അടിപൊളി ഫുഡ് ഉണ്ടാക്കിയിട്ട്, നല്ല ഫുഡ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഇൻഫ്ലുവൻസറെ വിളിക്കുക. എന്നിട്ട് അദ്ദേഹത്തിന് കുറച്ച് വരുമാനം കൊടുത്താലും കുഴപ്പമില്ല, ഓക്കെ? അതല്ലെങ്കിൽ അദ്ദേഹത്തിന് കൊളാബറേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടാവും. നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്നവരുണ്ടാവാം. അവരെ വിളിക്കുക. ഒരു ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഒരു റീൽ അടിപൊളിയായിട്ട് ഫുഡ് ചെയ്യുക. അതല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരു റിവ്യൂ ചെയ്യിപ്പിക്കുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഫുഡ് ഫ്രീ ആയിട്ടൊന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ആൾക്കാരെ വിളിച്ചിട്ട് വരുത്തിയിട്ട് എന്ത് ചെയ്യുക, അവരുടെ റിവ്യൂ എടുത്തിട്ട് എന്ത് ചെയ്യുക, അവരുടെ അക്കൗണ്ടിൽ ഇടാൻ പറയുക. യു ക്യാൻ ഡു ലോട്ട് ഓഫ് ക്രിയേറ്റീവ് തിങ്സ്. യു ഹാവ് ടു തിങ്ക് ക്രിയേറ്റീവ്ലി ടു put your brand out there in the market and bring more customers. വീഡിയോസ് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ആ വീഡിയോയിൽ കണ്ട, ഫേസ്ബുക്കിൽ കണ്ട കടയാണല്ലോ, നമുക്കൊന്ന് കയറി നോക്കാം എന്ന് പറഞ്ഞിട്ട് ചിലപ്പം ആൾക്കാർ കയറിയെന്ന് വരും. Am I right? Yes, exactly. ഓക്കെ. സോ അതിന് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇനി അടുത്ത ഒരു ഇതിലേക്ക് നമുക്ക് പോകാം, ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതിനു മുൻപ് എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, പാർട്ട് 1 കുറിച്ച് നമ്മൾ പറഞ്ഞു. പാർട്ട് 2 എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന പാർട്ട് 2 വരുന്നത്, നമ്മൾ പാർട്ട് 1 മൂവ് ഫോർവേഡ് എന്നാണെന്നുണ്ടെങ്കിൽ ലുക്ക് ഇൻവേർഡ് എന്നുള്ളതാണ് പാർട്ട് 2 വരുന്നത്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലുക്ക് ഇൻവേർഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കറക്റ്റ് ആക്കുക. ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഓക്കെ, അതെ. ഇൻ ദ സെയിം വേ നമ്മൾ മനുഷ്യർ വർക്ക് ചെയ്യുന്നത്, വി ഹാവ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഹിയർ ഇൻ അവർ ബ്രെയിൻ, ഇൻ അവർ മൈൻഡ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ബുക്കിന്റെ പേര് തന്നെ ദ ഗ്രോത്ത് ഹാക്കർ എന്നാണ്. ഓക്കെ. ദാറ്റ് മീൻസ് നമ്മുടെ വളർച്ചയ്ക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന വൈറസുകൾ, അതല്ലെങ്കിൽ മാൽവെയർസ് നമ്മുടെ മനസ്സിലുണ്ട്. ലിമിറ്റിംഗ് ബിലീഫ്, അത്തരത്തിലുള്ള ലിമിറ്റിംഗ് ബിലീഫുകളായിട്ടുള്ള വൈറസുകളെ റിമൂവ് ചെയ്യാൻ സെക്യൂരിറ്റി സിസ്റ്റംസ്, ഇപ്പോൾ നമ്മൾ ആന്റിവൈറസ് ഇൻസ്റ്റാൾ ചെയ്യുമല്ലോ, അതുപോലെ സെക്യൂരിറ്റി സിസ്റ്റം എന്തിനാണ്, പുറമേ നിന്നുള്ള മറ്റ് ഈ ഒരുപാട് വേർഡ്സ് ചുറ്റും ഉണ്ടാവും, നെഗറ്റീവ് കിട്ടുന്നത് ഉണ്ടാവും, അതിനെയൊക്കെ എങ്ങനെ ഹാക്ക് ചെയ്ത് അതിനെ പ്രൊട്ടക്ട് ചെയ്ത് പ്രൊട്ടക്ഷൻ, ഡിഫൻസ് മെക്കാനിസം. ആ ഒരു ഡിഫൻസ് മെക്കാനിസം ഒക്കെ നടപ്പാക്കേണ്ടത് ആക്ച്വലി എവിടെയാണ്, നമ്മുടെ മൈൻഡിലാണ്. അപ്പോൾ ഈ ഒരു മൈൻഡിലോട്ട് ഉള്ളിലോട്ട് നോക്കൂ, വാട്ട് ഈസ് ഇൻസൈഡ് ആൻഡ് വാട്ട് നീഡ്സ് ടു ബി പ്രൊട്ടക്റ്റഡ്.
What needs to be protected and how you can protect yourself. Yes, yes. How you can protect yourself, how From- you can upgrade. And how you can transform internally so that you can become more powerful. അതാണ് രണ്ടാമത്തെ പാർട്ടിൽ, ഈ പുസ്തകത്തിൻ്റെ രണ്ടാമത്തെ പാർട്ടിൽ വരുന്നത്. തീർച്ചയായിട്ടും അതിനുള്ള ഒരുപാട് ടെക്നിക്സുകളും ടൂളുകളും അദ്ദേഹം ഷെയർ ചെയ്യുന്നുണ്ട് ഈ പുസ്തകത്തിലൂടെ. എനിവേ നമുക്ക് അടുത്ത ഈ ഒരു ബുക്കിൻ്റെ ഒരു സ്റ്റോറിയിലേക്ക് പോകാം. വൈ ദിസ് ബുക്ക് ഈസ് യുണീക്ക് എന്നുള്ള എന്താ പറയുക ഒരു സ്റ്റോറിയിലേക്ക്. എന്തുകൊണ്ട് നിങ്ങൾ ഈ ബുക്ക് എഴുതി? വാട്ട് ഇസ് ദ സ്റ്റോറി ഓഫ് ദിസ് ബുക്ക്? വാട്ട് മെയ്ഡ് യു ടു റൈറ്റ് ദിസ് ബുക്ക്? എങ്ങനെയാണ് ഈ ബുക്ക് നിങ്ങൾ എഴുതാനുള്ള കാരണം ഉണ്ടായത്? ഈ പുസ്തകം ജനിച്ചത് ആക്ച്വലി കോവിഡ് കാരണമാണ്. ഓക്കെ. കോവിഡ് ഗ്ലോബലി അത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ കോവിഡ് വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ബുക്ക് ഇന്ന് യാഥാർത്ഥ്യമാകില്ലായിരുന്നു എന്ന് കൂടെ ഞാൻ പറയും. ഓക്കെ. കാരണം ഇത് എഴുതണം എന്നുള്ള ആഗ്രഹം, ഒരു ബുക്ക് എഴുതണം എന്നുള്ള ആഗ്രഹം കുറേ നാളായിട്ട് മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഫറൂഖ് സെൻസി എന്ന് പറഞ്ഞ ഒരു മെന്റർ ഉണ്ട്. അപ്പൊ അദ്ദേഹം ഇടയ്ക്ക് ഇങ്ങനെ പറയും നമുക്കൊരു ബുക്ക് എഴുതാൻ ഈസിയാണ്, ചെയ്യണം എന്നുള്ള അദ്ദേഹത്തിന്റെ ഇൻസ്പിറേഷൻ കൂടെ ആയപ്പോൾ ബുക്ക് എഴുതാൻ തീരുമാനിച്ചു. അപ്പൊ ആദ്യം മനസ്സിലുണ്ടായിരുന്നത് 99 കോട്ടുകൾ മാത്രമുള്ള ഒരു ബുക്കായി, വെറും കൊട്ടേഷൻസ്. എന്നിട്ട് അതൊരു ബുക്കായിട്ട് പബ്ലിഷ് ചെയ്യാം. അപ്പൊ അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം കൂടി ചെയ്തു. അത് ഭയങ്കര റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമായി. ബുക്കിന്റെ കവർ ആദ്യം ഡിസൈൻ ചെയ്തു. കവർ ഡിസൈൻ ചെയ്തതല്ല റിസ്കി. കവർ ഡിസൈൻ ചെയ്ത് അതിന്റെ 3D മോഡലും കൂടെ ഉണ്ടാക്കിയിട്ട് ഫേസ്ബുക്കിൽ അനൗൺസ് ചെയ്തു, ഇതാ ബുക്ക് എഴുതാൻ പോവാണ്, ഫസ്റ്റ് ബുക്ക് വരാൻ പോവാണ്, ഇത് ഇന്ന ഡേറ്റ് ആവുമ്പോഴേക്ക് ഞാൻ പബ്ലിഷ് ചെയ്യുന്ന ഏകദേശം ഒരു ഡേറ്റും കിട്ടും. അതോടെ നമ്മൾ ഭയങ്കരമായിട്ട് അക്കൗണ്ടബിൾ ആയി. ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി ഇവിടെ ബുക്ക് ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ എഴുത്ത് ഒന്ന് ഫോക്കസ് ചെയ്ത് കുറച്ച് ഒരു 10-30 കോട്ടുകളായി കഴിഞ്ഞപ്പോൾ എൻ്റെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ അവർ ഓരോരുത്തരും പറഞ്ഞു, അല്ല എന്തുകൊണ്ട് മുന്നേറെ കുറച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഓരോന്നിനെ കുറിച്ച് ഒരു 1-2 പാരഗ്രാഫും കൂടെ എഴുതിക്കൂടെ എന്ന് ചോദിച്ചു. തോന്നിയാ ശരിയാണല്ലോ. അങ്ങനെ 1-2 പാരഗ്രാഫുകൾ വെച്ചങ്ങ് എഴുതി തുടങ്ങി. അങ്ങനെ ആദ്യം ഇങ്ങനെ കുറച്ചങ്ങ് എഴുതിയപ്പോൾ തോന്നി ഇത് 2 പോരാ, കുറച്ചും കൂടെ എക്സ്പീരിയൻസുകൾ കൂട്ടി എഴുതാം എന്ന് പറഞ്ഞ് അങ്ങ് എഴുതി തുടങ്ങി. അപ്പോൾ ഈ പഴയ ഓർമ്മകൾ എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലായിരുന്ന ടൂൾ ഇതാണ്, മൊബൈലും കമ്പ്യൂട്ടറും. പഴയ ഗാലറി അങ്ങ് തുറന്നു. ഗാലറി തുറന്നിട്ട് പഴയ ഫോട്ടോഗ്രാഫ്, സ്കൂള്, കോളേജ്, അതിലൂടെ ഇങ്ങനെ കടന്നു പോയപ്പോൾ ഓർമ്മകൾ ഇങ്ങനെ തിരിച്ചു കിട്ടി. അപ്പോൾ ആ ഓർമ്മകൾ വെച്ച് എനിക്കിത് കണക്ട് ചെയ്ത് ഇവിടെ എഴുതാം. അങ്ങനെ ഒരു ഐഡിയ ഉണ്ടാക്കി ബുക്ക് റെഡിയാക്കി. ബുക്ക് റെഡിയാക്കുക മാത്രമല്ല, അതിൻ്റെ ഒപ്പം ഞാൻ ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ ഉണ്ടായിരുന്നു എനിക്ക്, ഷഫീഖ് അമ്പലക്കുന്ന് എന്ന് പറയുന്ന ഒരു സുഹൃത്ത്. അപ്പോൾ ഈ സുഹൃത്ത് എപ്പോഴും എന്നോട് മുന്നിലെ ബുക്ക് എവിടെ എന്താ, ഇപ്പോൾ എൻ്റെ സുഹൃത്ത് ബുക്ക് എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, അദ്ദേഹം ബുക്ക് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ വരുന്നു, അതോടൊപ്പം ഇതിന് നമുക്ക് ഫീഡ്ബാക്ക് കിട്ടുന്നു. അങ്ങനെയാണ് ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ അങ്ങ് എത്തിക്കഴിഞ്ഞാൽ എഴുത്ത് മുന്നോട്ട് പോകുമല്ലോ. ഫ്ലോ വന്നു മുന്നോട്ട് പോയി. അതിൻ്റെ ഇടക്ക് പിന്നെ ഉർവശി ശാപം ഉപകാരം എന്നുള്ള ചൊല്ലി കേട്ടിട്ടില്ലേ? ഞാൻ 2 തവണ ക്വാറന്റൈനിലായി. അപ്പൊ എഴുതാൻ ഒരുപാട് സമയം കിട്ടി. അങ്ങനെ കിട്ടി. മാത്രമല്ല, നിങ്ങൾ എങ്ങനെയാണ് ക്വാറന്റൈനിലായത്? ഈ റേഡിയോ ഇന്റർവ്യൂ നടത്തിയാണ്ടായതാണ്? അല്ലല്ല, അത് പിന്നെ 2 സുഹൃത്തുക്കൾക്ക് കോവിഡ് വന്നു 2 ടൈമില്. അങ്ങനെ 2 തവണ ക്വാറന്റൈൻ, പോസ്റ്റായി വീട്ടിലിരുന്നു. അപ്പൊ ആ സമയത്ത് എഴുതി കഴിഞ്ഞില്ല. എന്റെ നാട് ആമയൂര് 10 ദിവസം കണ്ടെയ്ൻമെന്റ് സോൺ ആയിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. അപ്പൊ ഓഫീസിൽ നിന്ന് പറഞ്ഞു കണ്ടെയ്ൻമെന്റ് സോൺ ആണെങ്കിൽ ഓഫീസിലോട്ട് വരണ്ട, വർക്ക് ഫ്രം ഹോം ചെയ്താൽ മതി. പിന്നെ വീണ്ടും നമ്മള് വീട്ടിലായി. അപ്പൊ മൊത്തത്തിൽ 1 മാസത്തിലേറെ സമയം അങ്ങ് കിട്ടി. ഈ കിട്ടിയ സമയം പരമാവധി അങ്ങ് യൂട്ടിലൈസ് ചെയ്തു. അങ്ങനെയാണ് ദ ഗ്രോത്ത് ഹാക്കർ എന്ന് പറയുന്ന പുസ്തകം പുറത്തു വരുന്നത്. ഇതാണ് ബുക്ക്. തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ചെക്കൗട്ട് ചെയ്യണം. ആമസോൺ ലിങ്ക് നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആമസോണിൽ ബെസ്റ്റ് സെല്ലർ ലിസ്റ്റിലേക്ക് വന്നിട്ടുള്ളൊരു ബുക്കാണ്. തീർച്ചയായിട്ടും ഈ ബുക്ക് അതായത് പബ്ലിഷ് ചെയ്ത് 3 days ഒരു തേർഡ് ഡേ എന്ന് വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന എന്താ പറയുക ബെസ്റ്റ് സെല്ലിങ്ങിലേക്ക് ടോപ്പിലേക്ക് വന്നിട്ടുള്ള ബുക്കാണ് ഈ ബുക്ക്. എനിവേ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് പുസ്തകത്തിൽ ചോദിച്ചാലാണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. ആതിര, ആർ യു ബോർഡ്? Okay, because she's not bored. If she is bored, we have something called mentalism. This person എന്താ പറയുക, ഇദ്ദേഹം ഒരു മെന്റലിസ്റ്റ് കൂടിയാണ്. അപ്പോൾ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു മെന്റലിസം പരീക്ഷിക്കാം, എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് അറിയിക്കാം. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുൻപ് വേണോ ഇപ്പോൾ വേണോ? നിനക്ക് എന്താണ്? ഞാൻ ചെയ്തതാ. നിങ്ങൾ മെന്റലിസം ഒന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു എ മെന്റലിസം. ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഷോ ആയിരിക്കും.
അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, ഇദ്ദേഹം ഒരു മെൻ്റലിസ്റ്റ് ആണ്. അത് ഒരു ഹോബി ആയിട്ട് അല്ലേ, ഒരു ഹിപ്നോട്ടിസും. It's my hobby. ഓക്കെ, ഒരു ഹോബി എന്നുള്ള രീതിയിൽ മെൻ്റലിസവും അതേപോലെ തന്നെ ഹിപ്നോട്ടിസവും ചെയ്യുന്നുണ്ട്. അപ്പം ഒരു എന്താണ് നമ്മൾ ഇന്നിവിടെ നമുക്ക് ചെയ്യാൻ പറ്റുക? എന്നെ വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ആതിരനെ വെച്ചിട്ട് ചെയ്യാം. ഇറ്റ്സ് യുവർ. ആതിര ആണ് നീ ഒരു പേടിക്കുന്ന വേണ്ട, രസമല്ലേ അല്ലേ? പേടിക്കേണ്ട ആവശ്യമുണ്ടോ? അതിലൊന്ന് നോക്കിയോ, പൊതുവിൽ കുറച്ചൊരു ഉത്കണ്ഠ ഒക്കെ ഉള്ള കൂട്ടത്തിലാണോ? ചെറിയൊരു ആൻസൈറ്റി, അതായത് പുതിയ എന്തെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് പരിചയമില്ലാത്തവരൊക്കെ വന്നെങ്കിൽ ചെയ്യാൻ പറഞ്ഞാൽ ചെറിയ നെർവസ്നെസ്. എനിക്ക് nervousness ഉണ്ട്. അത് മോശമാണല്ലോ. Okay. But at the same time you are very confident, right? Yeah, she is. Yes. കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. നെർവസ്നെസ്സിനെ അതിജീവിക്കാറുണ്ട്. അതെ, ഉണ്ട്. ശരിയല്ലേ? ഉണ്ടോ ഇല്ലേ? ശരിയല്ലേ? Anyway, you have a mindset that helps you to keep moving forward. Yes. Yes. Your face says all this. Okay. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. Yes, okay. So നമുക്ക് ആതിരയെ തന്നെ വളണ്ടിയർ ആയിട്ട് എടുക്കാം അല്ലേ? ഞാൻ മാറണോ? No, you can sit here. Okay, You can no sit problem. here. Okay, no problem. ആതിര വളരെ നിഷ്കളങ്കയാണ് കേട്ടോ. Support വേണം. No, okay. I need your full support. Okay, full support കൊടുക്കും. നമുക്ക് നോക്കാം. Let's go for the show. ഇത് ഇപ്പം എൻ്റെ ബുക്കാണ്, ഞാൻ ഇത് എടുക്കുന്നില്ല. മറ്റൊരു ബുക്ക് എടുക്കാം. മെമ്മറി ഓഫ് ടുമോറോ എന്നുള്ള ഫ്ലെമിംഗോ പബ്ലിക്കേഷൻസിൻ്റെ ഒരു ബുക്കാണ്. ചെറിയ ബുക്ക് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആദ്യം കൊടുക്കും. നോവൽ വായിക്കാറുണ്ടോ? ഞാനോ? ഞാൻ ഇല്ല, വായിക്കാറില്ല. ഞാൻ നോവലൊന്നും വായിക്കാറില്ല. ഞാൻ ഈ ആൽക്കെമിസ്റ്റോ? ആൽക്കെമിസ്റ്റ് വായിച്ചിട്ടുണ്ട്. അതൊരു നോവലാണ്, ബട്ട് സ്റ്റിൽ. അതെ, തീർച്ചയായിട്ടും സാർ അത് വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. അതെ. ഓക്കെ, ഞാൻ വായിക്കാറുണ്ട്. ഓക്കെ, ആൽക്കെമിസ്റ്റ് വായിക്കാറുണ്ട്. പുസ്തകത്തിന് കുഴപ്പമൊന്നുമില്ല, എനിക്ക് അതിനകത്ത് പ്രത്യേകിച്ച് തോന്നിയിട്ടൊന്നുമില്ല. ഓക്കെ, ബുക്ക് ഇഷ്ടമായോ? അല്ല, ശരിക്കും നോക്കിക്കോളൂ. ഓക്കെ, ആ ബുക്ക് ഒന്ന് തരുമോ? ഈ ബുക്ക് നമ്മൾ ആദ്യമൊക്കെ കൊടുക്കുന്നു. ഞാൻ ഈ പേജുകൾ ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യും. ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യുന്നതിനിടയിൽ എവിടെ വേണമെങ്കിലും ആദ്യമൊക്കെ എന്നോട് സ്റ്റോപ്പ് എന്ന് പറയാം. ആദ്യം സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്യും. അതിനുശേഷം ഈ ഭാഗത്ത് വരുന്ന ഫസ്റ്റ് വേർഡ് നിങ്ങൾ നോട്ട് ചെയ്യണം. ഇവിടെ വരുന്ന ഫസ്റ്റ് വേർഡ് നോട്ട് ചെയ്യണം. ക്ലിയർ ആണോ? എന്നോട് പറയരുത്, മനസ്സിൽ മാത്രം നോട്ട് ചെയ്യണം. റെഡി? ഷാൽ വി ഗോ? യെസ്. ഓക്കെ, ഇവിടെയുള്ള ഫസ്റ്റ് വേർഡ് നോട്ട് ചെയ്തോ? ചെയ്തു. എന്നാൽ ഷാഫി സാർ ഈ ഭാഗം ഒന്ന് സൂക്ഷിച്ചു വെച്ചോളൂ. ഇനി ഒരു ഡിസ്പ്യൂട്ട് വേണ്ട. ഓക്കെ, ശരി. അതിനാ ഇപ്പോൾ വിചാരിച്ച വേർഡിൽ എത്ര അക്ഷരങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിൽ കാണാം. ഓക്കെ, ഞാൻ കൗണ്ട് ചെയ്യാൻ പോവാണേ. എൻ്റെ കണ്ണിലോട്ട് തന്നെ നോക്കണം. 1 2 3 4 5 4 അക്ഷരങ്ങളാണോ? യെസ്, 4 അക്ഷരങ്ങളാണ്. 4 അക്ഷരങ്ങളുള്ളത് ഇപ്പോൾ 26 അക്ഷരങ്ങൾ ഇംഗ്ലീഷിലുണ്ട് അല്ലേ? അതിൽ നിന്ന് 4 അക്ഷരമുള്ള ഒരുപാട് വേർഡ്സ് കാണും അല്ലേ? ഓക്കെ, ലെറ്റ് മി ട്രൈ. അതിൽ ഫസ്റ്റ് വേർഡ് ഒന്ന് മനസ്സിൽ കാണും. ഫസ്റ്റ് ലെറ്റർ അത് നിങ്ങളുടെ പിന്നിൽ ആ ചുമരിൽ വലുതായിട്ട് ആ ലെറ്റർ മാത്രം പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ഒരു പ്രൊജക്ടറിന് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അവിടെ കാണുന്നത് പോലെ അവിടെ ആ ലെറ്റർ തെളിമയിൽ കാണണം. ഒരു ഐയുമായിട്ട് സാമ്യമുള്ള ആണോ? ഐ
അതിന്റെ രൂപത്തിൽ അയ്യുമായിട്ടൊരു സാമ്യമുണ്ടോ? ഞാൻ അതിന് ഉത്തരം പറയണം. സാമ്യമുണ്ടോ? യെസ് ഓർ നോ പറഞ്ഞാൽ മതി. അയ്യുമായിട്ട് രൂപത്തിൽ സാമ്യമുണ്ടോ? അക്ഷരത്തിനൊരു ഐ ഒന്നുകൂടെ ഒന്ന് തെളിമയോടെ കാണും. Is it L? ഫസ്റ്റ് ലെറ്റർ L ആണോ? യെസ്. നിനക്കൊരു പേടി. ആതിര, രണ്ടാമത്തെ ലെറ്റർ മനസ്സിലൊന്ന് കാണാം. ഓക്കെ ഓക്കെ. ആ കൈ ഒന്ന് കേട്ടോ, വലത്തെ കൈ ഒന്ന് കേട്ടോ. ആ രണ്ടാമത്തെ ലെറ്റർ ഒന്ന് മനസ്സിൽ കാണും കേട്ടോ. മനസ്സിൽ നിങ്ങൾ എൻ്റെ കയ്യിലോട്ട് അത് പാസ് ചെയ്യുന്നതായിട്ടൊന്ന് സങ്കല്പിക്കും. നിങ്ങളുടെ കയ്യിൽ ആ ലെറ്റർ വന്ന് എൻ്റെ കയ്യിലോട്ട് കിട്ടുന്നു സങ്കല്പിച്ചാൽ മതി. ഓക്കെ ഓക്കെ. ഐ ആണോ? യെസ്. Okay. Now 2 more letters. ഇനി അങ്ങ് പറഞ്ഞാ മതി. Okay. തേർഡ് ലെറ്റർ ഒന്ന് മനസ്സിൽ കാണുന്നുണ്ടോ ഇപ്പോ? അതിലെ ഒന്ന് കണ്ണിലോട്ടൊന്ന് നോക്കാം. Can you sense any letter? ഏതെങ്കിലും ഒരു ലെറ്റർ സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? The third one. ഞാനത് കണ്ടിട്ടുണ്ടല്ലോ. Oh, okay. I mean, can you guess that from? Are you able to read it from her eyes? ഐ മൂവ്മെന്റ്സ്, ഐലിഡ്സിന്റെ ഒക്കെ മൂവ്മെന്റ്സ്, ഐബോൾസിന്റെ മൂവ്മെന്റ്സ് ഒക്കെ വെച്ച് എന്തെങ്കിലും? Yeah. Yes. Yes, No, you no. were able to No, no. sense Do that again. Imagine that letter. I sense a letter, but I'm not sure. I sense a letter. Okay. Yeah, I can. I'm sensing a letter, but there is a confusion. Let it be there. I'll come back to that. Okay. The third letter is there. നമുക്ക് നാലാമത്തിലോട്ട് പോകാം. Okay. കൈ ഒന്ന് ഇങ്ങനെ കാണിക്കോ, ഇങ്ങനെ തുറന്നു പിടിക്കും, കുറച്ച് അടുത്തോട്ട് കാണിക്കോ. ഞാൻ ജസ്റ്റ് ABCD അങ്ങ് പറഞ്ഞു പോവാണ്. 2 കൈയും കാണിച്ചോളൂ. 2 കൈയും കുറേ ലെറ്റർ ഉള്ളതല്ലേ. A B C D E F G H I J. ഈ 10-1 അക്ഷരം. ഇത് കഴിഞ്ഞിട്ടുള്ളതല്ല, ശരിയാണോ? നാലാമത്തത് ജെൻ്റെ അകത്ത് വരുന്നൊരു ലെറ്ററാണ്. നാലാമത്തെ ലെറ്റർ ആണോ? 1 second. Please look at my eyes. Adira, please look at my eyes. ഈ കൈ മാറ്റിക്കോളൂ. ഇതിനകത്തുണ്ട് ആ ലെറ്റർ. ശരിയാണോ? റൈറ്റ് ഓർ റോങ്? റൈറ്റ്. E D C B A. It's E. Am I right? ആണോ? So മൂന്നാമത്തേത് Can I? ഷാഫിസറിന്റെ കയ്യിൽ തരുമോ? Okay. ആ ലെറ്റർ ഒന്ന് മനസ്സിൽ വിചാരിക്കണേ. One minute. Let me. I got confused. The third letter Okay. of the word.
അതൊന്ന് മനസ്സിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ ലെറ്റർ മനസ്സിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ലൈക്ക് കെ 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 കെ. Yes. Is it K? Yes, Is it K? it is K. The word is like. Yeah. Am I right? Like. Thank you, Aditya. This is the word. Like. Aditya is very supportive. വളരെ നിഷ്കളങ്കയാണ്. Yeah. it's So, very easy. how do you do this? Micro expression? മെന്റലിസത്തിന്റെ കാര്യത്തിൽ ഐ വുഡ് സേ ഇറ്റ്സ് ബോത്ത് ആർട്ട് ആൻഡ് സയൻസ്. രണ്ടും കൂടെ മിക്സ് ആണ്. ഐ ഡോണ്ട് ക്ലെയിം എനി സൂപ്പർ നാച്ചുറൽ പവർ. ഐ നെവർ ക്ലെയിം എനി സൂപ്പർ നാച്ചുറൽ പവർ. ഇതിനകത്ത് പിന്നെ ഹിപ്നോട്ടിസം ഞാൻ ചെയ്യാറുണ്ട്. ഇറ്റ്സ് റിയൽ, 100% റിയൽ. മെന്റലിസത്തിൽ ആർട്ട് കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് റൈറ്റ്. ഹിപ്നോട്ടിസം ആണെങ്കിൽ പിന്നെ അത് ഇതിൽ നമ്മൾ മാജിക് ഉണ്ടോ? Is there a magic? മെന്റലിസത്തിൽ മാജിക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ മെന്റലിസം ഇസ് നോട്ട് മാജിക്. ബട്ട് പെർഫോമൻസിന്റെ ബ്യൂട്ടിക്ക് മാജിക് എലമെന്റ്സ് സ്വാഭാവികമായിട്ടും സ്റ്റേജ് ഷോകളിലൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. Okay. ബിക്കോസ് അവിടെ അതൊരു കലാരൂപമായിട്ടാണ് ചെയ്യുന്നത്. അതൊരു ആൾദൈവം ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് ഡിഫറെന്റ്. Okay. സോ ഇതിനകത്ത് പിന്നെ ഞാനിതൊക്കെ പഠിച്ചത് ആക്ച്വലി എനിക്ക് നല്ല 2 ഗുരുക്കന്മാരെ കിട്ടിയിരുന്നു. Okay. ഈ മെയിൻലി ഹിപ്നോട്ടിസത്തിന് ഫ്രെഡി ജാക്വിൻ, ആന്റണി ജാക്വിൻ എന്ന് പറഞ്ഞ UK-ലെ 2 എക്സ്പേർട്സ് ആണ്. ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഹിപ്നോട്ടിസത്തിലെ 2 ലെജൻഡ്സ്. അപ്പൊ അവര് ഇന്ത്യയിൽ വന്ന സമയത്ത് അവരുടെ കീഴിൽ നിന്നാണ് ഇത് പഠിച്ചത്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് ഞാനിത് എന്ത് ചെയ്യുന്നില്ല വെച്ചാൽ ഇപ്പം ഇത് ഉപയോഗിക്കുന്നത് ഇപ്പം നമ്മൾ ചെയ്യുന്ന ട്രെയിനിങ്ങുകളിൽ ഇപ്പം മൈൻഡിനെ കുറിച്ച് നമ്മൾ 2 മണിക്കൂർ ക്ലാസ് എടുക്കുന്നതിനേക്കാൾ എഫക്റ്റീവ് ആയിരിക്കും ഈ അത്ഭുതം ഹിപ്നോട്ടിസം കാണിച്ച്. ദിസ് ഇസ് മെന്റലിസം. ഒരു ഹിപ്നോട്ടിസം ഇറ്റ്സ് ഡിഫറെന്റ്. ഇറ്റ് വിൽ ടേക്ക് സം ടൈം. നമുക്ക് പക്ഷേ പല കാര്യങ്ങളും അത്ഭുതങ്ങളും ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ ഉപയോഗപ്പെടുത്തുന്നത് നമ്മുടെ ട്രെയിനിങ്ങുകൾ കൂടുതൽ എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നു. പ്ലസ് നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം പറയുന്ന സമയത്ത് പറ്റാവുന്ന രൂപത്തിൽ ഹെൽപ്പ് ചെയ്യാനും പ്രയത്നിക്കും. Okay, very good. Anyway, that was very interesting. Thank you so much for the mentalism. Anyway, let's go to the next question. What is the next question? ഇൻസ്റ്റയില് ഒരു ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഒരു ആൾ ചോദിച്ചാണ്. റീഇൻഫോഴ്സ് എന്നാണ് ആളുടെ പേര്, യൂസർ നെയിം. So no cash to buy camera gears. I need around 2 lakh to do a proper videography career. Okay, camera gear. ആളുടെ പേരെന്താ പറയുന്നത്? റീഇൻഫോഴ്സ് എന്നാണ് യൂസർ നെയിം. റീഇൻഫോഴ്സ്. ഓക്കെ, റീഇൻഫോഴ്സ് എന്നുള്ളതാണ് ആളുടെ അക്കൗണ്ടിൻ്റെ പേര്. അദ്ദേഹം ചോദിച്ചുള്ള ചോദ്യം ഇതാണ്. അദ്ദേഹത്തിന് മിനിമം ഒരു 2 lakh വേണ്ടി വരുമെന്നാണ് എന്തിനും പറഞ്ഞിരിക്കുന്നത്? വീഡിയോഗ്രാഫി കരിയറോ? വീഡിയോഗ്രാഫി കരിയർ. അതിന്റെ വർക്കൊക്കെ നല്ലതാണ്. ഓക്കെ, വീഡിയോഗ്രാഫി കരിയർ ചെയ്യുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ വർക്കൊക്കെ നല്ലതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഈ പറഞ്ഞിരിക്കുന്ന ഇത്രയും എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാതെ എങ്ങനെ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു സംഭവത്തിന് എങ്ങനെ നമുക്ക് മുന്നോട്ട് വരാൻ പറ്റുമെന്നാണ് ചോദിച്ചിരുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുന്നത് വെച്ചാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, നമ്മളാരും ഈ പറഞ്ഞിരിക്കും ഇപ്പോൾ ഷാഫി ഇൻസ്പേസിൽ നമ്മളിപ്പോൾ ചെയ്യുന്ന പല സിസ്റ്റം ഉണ്ട്, എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, ടീമുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഇതിനൊക്കെ മുൻപ് ഷാഫി ഇൻസ്പേസിന് ചാനൽ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസ് വന്നിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ മച്ച് യു ആർ സിൻസിയർ. നമ്മുടെ അടുത്ത് എന്തുണ്ട് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യല്ല, നമ്മുടെ പാഷൻ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ അടുത്ത് ഒരു ക്യാമറ ഉള്ളെങ്കിൽ അത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അതല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ ഫോൺ ഉള്ളെങ്കിൽ അത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ക്രിയേറ്റ് യുവർ കണ്ടന്റ്. നിങ്ങളുടേതായിട്ടുള്ള ആ കണ്ടന്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ആ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ക്രിയേറ്റ് ഇൻ എ സച്ച് എ ക്രിയേറ്റീവ് വേ. വളരെ ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ ചെയ്യാൻ പറ്റും. പ്രൊവൈഡ് വാല്യൂ. You have to create again and again and again. It's not about the technology. It's not about the light up and all those kind of എന്താ പറയുക, അത് കളർഫുൾ ആക്കുക എന്നുള്ളതിനെക്കാട്ടിലും ഓഡിയൻസിന് ആവശ്യം നിങ്ങൾ കെയറിങ് ആണോ, നിങ്ങൾ പാഷനേറ്റ് ആണോ, നിങ്ങൾ സിൻസിയർ ആണോ, നിങ്ങൾ വാല്യൂ ആഡ് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആണോ, നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആണോ എന്നുള്ള ഒരു കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അതാണ് നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടും മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കാര്യം. ഇദ്ദേഹം ഇതിന് മുൻപ് ഇദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ഈ ബുക്ക് എഴുതി, ഇത് ബെസ്റ്റ് സെല്ലർ ആയിട്ടുണ്ട്. ഈ ബുക്ക് ദ ഗ്രോത്ത് ഹാക്കർ എന്ന് പറയുന്ന ബുക്ക് എഴുതി. ഓൾ ഓവർ ദ വേൾഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ലോകത്തിൻ്റെ എവിടെയുള്ള ആൾക്കും ഇതെന്ത് ചെയ്യാം, വാങ്ങിക്കാൻ പറ്റും. ആമസോണിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിന് മുൻപ് അദ്ദേഹം ഒരു ബുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു, റൈറ്റ്? സോ ആ ബുക്ക് അത് നിങ്ങൾക്കൊരു പ്രചോദനമാണ്. കാരണം എന്ന് വെച്ചാൽ ആ ബുക്ക് എന്താ സംഭവിച്ചത്, അതൊരു സ്റ്റോറി ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റുമോ? കാരണം എനിക്കത് കണക്ട് ചെയ്യണമെന്ന് തോന്നുന്നു. ഓക്കെ, ഈ സ്റ്റോറി പബ്ലിക്കായിട്ട് ഷെയർ ചെയ്യുന്നത് മേ ബി ഫോർ ദ ഫസ്റ്റ് ടൈം. അത് ആദ്യമായിട്ടൊരു ബുക്ക് എഴുതി, നല്ലവണ്ണം അധ്വാനിച്ചിട്ടാണ് ആ ബുക്ക് എഴുതിയത്, നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അന്ന് മലയാളത്തിലായിരുന്നു ബുക്ക്. മാറ്റത്തിൻ്റെ പുസ്തകം എന്നാണ് ടൈറ്റിൽ. ചാപ്റ്ററുകളെല്ലാം എനിക്ക് 100% കോൺഫിഡൻ്റ് ആണ്, നല്ല ചാപ്റ്ററാണ്, അത് സെല്ലബിൾ ആണ്, വായിക്കപ്പെടും. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ
പ്രൊഫഷണൽ ഹെൽപ്പ് തേടിയില്ല. പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു ഹെൽപ്പ് ഉണ്ടായിരുന്നില്ല. അത് ഹെൽപ്പ് ഞാൻ തേടിയില്ല. ഞാൻ വിചാരിച്ചു ഓക്കെ ഐ ക്യാൻ ഡു ഇറ്റ് എന്നുള്ള അങ്ങനത്തെ ഒരു ഇതിൽ സംഭവം എല്ലാം ഡു ഇറ്റ് യുവർ സെൽഫ് എന്നുള്ള രൂപത്തിൽ ഞാൻ തന്നെ ചെയ്തു. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ മലയാളത്തിലാണ്. അപ്പോൾ ഫോണ്ടുകൾ പലയിടത്തും മിസ്സിങ് വന്നു. അതിൽ അങ്ങനത്തെ കുറെ എത്ര തന്നെ കറക്റ്റ് ചെയ്തിട്ടും ശരിയാവാതെ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ വന്ന് അവസാനം ഒരു മടുപ്പ് വന്ന് പിന്നെ പബ്ലിഷ് ചെയ്തു. പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് ഫസ്റ്റ് കോപ്പി എനിക്ക് കിട്ടി കഴിഞ്ഞപ്പോൾ പക്ഷേ ഡെസ്പ് ഫീലിംഗ് ആണ് വന്നത്, സന്തോഷത്തിന് പകരം. കാരണം ഒന്ന് മറിച്ച് നോക്കുമ്പോൾ ഒരു കാണാനൊരു ലുക്ക്, ഒരു പ്രൊഫഷണൽ ടച്ച് ഇല്ല കാണാൻ. അത് വളരെ പ്രധാനമാണല്ലോ പാക്കേജിങ്. തീർച്ചയായിട്ടും. അപ്പൊ എന്താ പറ്റി വെച്ചാൽ കാണാനുള്ളൊരു ഇത് വേണമെന്നുള്ള രൂപത്തിൽ ഞാനത് എവിടെയും ബുക്ക് റിലീസായി എന്നുള്ള വിവരം ആരോടും പറഞ്ഞില്ല. ബുക്ക് അങ്ങ് മാറ്റി വെച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ അപ്പോഴേക്കും എന്താ വെച്ചാൽ മനസ്സങ്ങ് മടുക്കുക എന്നുള്ളൊരു അവസ്ഥ വരുള്ളൂ. കുറേ ഒരു കാര്യത്തിന്റെ പിന്നാലെ നടന്ന് ആ ഒരു സ്റ്റേജിൽ എത്തിയിരുന്നു. അത് മാറ്റി വെച്ചു. പിന്നെ അതിന്റെ ശേഷം ഒരു വർഷം കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ ഫറൂഖ് ജംഗ്ഷന്റെ ഇൻസ്പിറേഷനിൽ ബുക്ക് എഴുതുന്നത്. അത് എഴുതി തുടങ്ങുമ്പോൾ തന്നെ എനിക്കൊരു ഒറ്റ ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ, ഇത് നന്നായിട്ട് വായിക്കപ്പെടണം, ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റണം. പ്ലസ് ഞാൻ രഹസ്യമായിട്ടൊരു കാര്യം കൂടി ചെയ്തു. ഇത് എന്റെ കവർ ഡിസൈൻ ഞാൻ ചെയ്തത് മൊറോക്കോ എന്നാണ്. ഓൺലൈനായിട്ട് മൊറോക്കോ എന്ന് ഡിസൈനറെ കൊണ്ട് ചെയ്യിച്ചു. എന്നിട്ട് ഡിസൈനറോട് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു, എനിക്കൊരു എക്സ്ട്രാ കവർ വേണം. ആ കവറിനകത്ത് ആമസോൺ ബെസ്റ്റ് സെല്ലിംഗ് ഓതർ എന്നുള്ള ലോഗോ വേണം. ഈ ലോഗോ ആദ്യം ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഇത് എനിക്ക് വേണമെന്ന് പറഞ്ഞു. അത് അദ്ദേഹം അയച്ചു തന്നു. ഞാനതിൻ്റെ മൊബൈലിൽ സൂക്ഷിച്ചു. വാട്സപ്പിൽ അത് എടുത്തിട്ട് പിന്നെ വാട്സപ്പിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്ക്രീൻ ആക്കിയിട്ട് സെറ്റ് ചെയ്തു. ഇത് വേറെ ആരെയും ഞാൻ കാണിച്ചിട്ടില്ല, പക്ഷെ ഞാൻ എപ്പോഴും കാണും ആമസോൺ ബെസ്റ്റ് സെല്ലിംഗ് ഓതർ ദ ഗ്രോത്ത് ഹാക്കർ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ കാണും. അങ്ങനെ ബുക്ക് എന്നിട്ട് റിലീസ് ചെയ്ത് ഫസ്റ്റ് ഡേ കഴിഞ്ഞ് അതിന്റെ പിറ്റേ ദിവസം ആയപ്പോഴേക്ക് പിന്നെ ഹോട്ട് ന്യൂ റിലീസസ് എന്നുള്ളതിൽ ആമസോൺ അതിൽ 1 ആയിട്ട് കാണിച്ചു. 3-ാം ദിവസം അത് വിവിധ കാറ്റഗറികളിൽ 3-4 കാറ്റഗറികളിൽ നമ്പർ 1 ബെസ്റ്റ് സെല്ലിംഗ് ബുക്കായിട്ട് ഇത് ലിസ്റ്റ് ചെയ്തു. അപ്പൊ ആ സമയത്ത് ഞാൻ ഇതെടുത്ത് സുഹൃത്തുക്കളെ കാണിച്ചു കൊടുത്തു. സോ നമ്മൾ പറയാറുണ്ട് ഒരു ലോ ഓഫ് അട്രാക്ഷൻ. അപ്പൊ അത് വെച്ച് എന്താ വെച്ചാൽ ഫസ്റ്റ് ബുക്ക് അട്ടർ ഫെയിലർ ആയിരുന്നു. ആ ഒരു അട്ടർ ഫെയിലറിന് നമ്മുടെ ഒരു ഡ്രീമിലോട്ട് എത്തുക എന്നുള്ള ഒരു ജേർണി, അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. സോ ദാറ്റ് ഇസ് ദ സ്റ്റോറി. ഒരു കാര്യം ഇതിൽ നിന്ന് പഠിക്കാനുള്ള 2 കാര്യങ്ങളാണ്. ഒന്നെന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യു ട്രൈ അഗെയിൻ ആൻഡ് അഗെയിൻ. ഇറ്റ്സ് നോട്ട് അബൌട്ട് നിങ്ങൾക്ക് ഇത്രയും എക്യുപ്മെന്റ്സ് വേണം, ഇത്രയും സംഭവങ്ങൾ വേണം എന്ന് പറഞ്ഞിട്ട് ഹോൾഡ് ചെയ്ത് നിൽക്കരുത്. അദ്ദേഹം അങ്ങനെ ഹോൾഡ് ചെയ്ത് നിന്നിരുന്നെങ്കിൽ ആ 2ാമത്തെ പുസ്തകം എഴുതി അത് പരാജയപ്പെട്ടതിൽ നിന്നാണ് ഒരു വാശി ഉണ്ടാകുന്നത്. എന്ത് ഇത്രയും നല്ല പുസ്തകം എഴുതാനുള്ള 1ാമത്തെ പുസ്തകം പരാജയപ്പെട്ടതിൽ നിന്നാണ് ഈ പറഞ്ഞിരിക്കുന്ന വാശി ഉണ്ടാകുന്നത്. എന്ത് ഈ പറഞ്ഞിരിക്കുന്ന 2ാമത്തെ ഇത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പുസ്തകം എഴുതുന്നതിലേക്കുള്ള ആ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു. സോ കീപ്പ് ഓൺ വർക്കിംഗ് ഹാർഡ്. ഉള്ളത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അത് ഞാനത് പറഞ്ഞു, നിങ്ങൾ അന്ന് ചെയ്തിരിക്കുന്നത് ഒരിക്കലും മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? Is it a mistake? It was a learning experience. Really, I have learned a lot from that. Yeah, കാരണം അത് ആവശ്യമാണ്. അതല്ലാതെ ഇങ്ങനൊരു പുസ്തകം തന്നെ അന്ന് എഴുതുമ്പോൾ തന്നെ വേണം, ഇങ്ങനെ ഒരു സംഭവങ്ങൾ വേണം എന്ന് പെർഫെക്ഷനിസം ചിന്തിച്ചിരുന്നെങ്കിൽ നടക്കുമായിരുന്നോ? ഇല്ല, ഒരിക്കലും നടക്കില്ല. കാരണം അതിൽ നിന്ന് കിട്ടിയ ലേണിങ്സ് ആണ് നിങ്ങളുടെ ഇതിലേക്ക് എന്താണ് ഞാൻ ചെയ്ത മിസ്റ്റേക്സുകൾ, എന്താണ് സംഭവങ്ങൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഇങ്ങനെയൊക്കെ വേണം, ഇത്രയും എക്യുപ്മെൻസുകൾ വേണം, ഇത്രയും സംഭവങ്ങൾ വേണം എന്നുള്ള ചിന്താഗതി ഒരിക്കലും പാടില്ല. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. അത് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുക, ഉള്ളത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് വിത്ത് വാട്ട് യു ഹാവ് ആൻഡ് ഡെഫിനറ്റ്ലി ഇറ്റ് മേ ഫെയിലിയർ സംഭവിച്ചോട്ടെ. കാരണം എന്താ വെച്ചാൽ ഫെയിലിയർ സംഭവിച്ചാൽ മാത്രമേ എന്തുള്ളൂ, ഗ്രോത്തിന് നമ്മൾ ക്വാളിഫൈഡ് ആവുന്നുള്ളൂ. അങ്ങനെ ക്വാളിഫൈഡ് ആയിട്ട് വരുമ്പോൾ മാത്രമാണെന്ന് വെച്ചാൽ അത് നല്ല സക്സസ്സിലേക്ക് എത്തുക. എവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ചിലപ്പം കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ ട്രെയിനറും കൂടിയാണല്ലോ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, എന്താണെന്ന് വെച്ചാൽ ഒരാളൊരു ചോദ്യം ചോദിച്ചു, വിജയത്തിൻ്റെ രഹസ്യം എന്താണ്? അപ്പം നിങ്ങളുടെ വിജയത്തിൻ്റെ രഹസ്യം എന്താണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ വിജയത്തിൻ്റെ രഹസ്യം ഞാൻ എടുക്കുന്ന ശരിയായ തീരുമാനങ്ങളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ശരിയായ തീരുമാനങ്ങൾ എവിടെ നിന്നാണ് വന്നതെന്ന് ചോദിച്ചു. അതറിയോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. ഓക്കെ. അപ്പം ശരിയായ തീരുമാനങ്ങൾ വന്നിരിക്കുന്നത് അതിൽ കേട്ടിട്ടില്ല. ശരിയായ തീരുമാനങ്ങൾ വന്നിരിക്കുന്നത് എൻ്റെ പരാജയങ്ങളിൽ നിന്നാണെന്ന് പറഞ്ഞു. പരാജയങ്ങളിൽ നിന്നാണ് ഞാൻ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ പഠിച്ചത്. പരാജയങ്ങൾ എവിടെ നിന്നാണ് വന്നതെന്ന് ചോദിച്ചു. അത് തെറ്റായ തീരുമാനങ്ങളിൽ നിന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വിജയം എവിടെ നിന്ന് വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ തെറ്റായ തീരുമാനങ്ങളാണ്. ഇറ്റ് ഡസൻറ്റ് മാറ്റർ വാട്ട് എവർ ദ ഡിസിഷൻ വി ടേക്ക്, കീപ്പ് ഓൺ ടേക്കിംഗ് ദ ഡിസിഷൻ ആൻഡ് ഡെഫിനറ്റ്ലി
യു വിൽ ലേൺ ഫ്രം ഇറ്റ് ആൻഡ് ഡെഫിനറ്റ്ലി യു വിൽ റീച്ച് സക്സസ്. അപ്പം ഉള്ളതിനെ വെച്ചിട്ട് സംഭവങ്ങൾ വെച്ചിട്ട് ഇതാകണ്ട, വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുക, മാക്സിമം വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുക. സോഷ്യൽ മീഡിയയിലേക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബ് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ എന്ന് വെച്ചാൽ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ വർക്ക് ആൾക്കാർ അറിയട്ടെ, നമ്മുടെ പാഷൻ ആൾക്കാർ അറിയട്ടെ, ആ കെയറിങ് അറിയട്ടെ, നമ്മുടെ മെസ്സേജിൻ്റെ ആ ഒരു കോണ്ടൻറ്റ് ആൾക്കാർക്ക് ലഭിക്കട്ടെ, ഉപകാരപ്പെടട്ടെ, നമ്മൾ സിൻസിയറായിട്ട് ട്രൈ ചെയ്യുന്ന ഒരാളാണെന്ന് അറിയിക്കട്ടെ. അതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എത്താൻ പറ്റും. എനിവേ എനിക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടെന്ന് വെച്ചാൽ, യു കൺസിഡർ യുവർ സെൽഫ് ആസ് എ ഗ്രോത്ത് hacker or like ഒരു പേഴ്സണൽ ഗ്രോത്ത് ആർക്കിടെക്ട്. വൈ ദാറ്റ് ഈസ് ആൻ ആർക്കിടെക്ട്? ആർക്കിടെക്റ്റിന്റെ ജോലി എന്താ? ബിൽഡിങ്ങുകൾ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്യുക, അല്ലേ? സോ നമ്മൾ ലൈഫിനെ ഒരു ഒരു ബിൽഡിംഗ് ആയിട്ട് വിചാരിക്കുകയാണെങ്കിൽ ആ ലൈഫിനെ എഞ്ചിനീയർ ചെയ്തെടുക്കണം. ഇപ്പൊ നമ്മൾ കാണുന്ന ഒരു പാറക്കല്ലിൽ ഒരു ശില്പം കാണുന്ന നല്ലൊരു ശില്പി, മൈക്കലാഞ്ചലോ ആണ് നോക്കുന്നതെങ്കിൽ ആ പാറക്കല്ലിൽ കാണുന്ന മനോഹരമായിട്ടുള്ള ശില്പമാണ്. ആ ശില്പമാവണമെങ്കിൽ കുറച്ച് ഭാഗം അങ്ങ് ചെത്തിക്കളയണം, അല്ലെ? നല്ല ഉള്ളി എടുത്ത് മൂർച്ചയുള്ളത് എടുത്ത് അടിച്ച് പൊട്ടിച്ച് കളയണം. മാത്രം പോരാ, അത് കഴിഞ്ഞിട്ട് മിനുക്കുപണികളും ചെയ്യണം. സോ ഒരു പേഴ്സണൽ ഗ്രോത്ത് ആർക്കിടെക്റ്റിന്റെ പണി ഓരോരുത്തർക്കും ഉള്ളിലുള്ള ശില്പത്തെ പുറത്തെടുക്കുക, അതിന് പരമാവധി സഹായിക്കുക, വേണ്ടാത്ത മാൽവേറുകളെ തട്ടിക്കളയുക. അതോടൊപ്പം ചേർക്കേണ്ട ചില്ലറ ഹാക്സ് ഉണ്ട് നമുക്ക്, പേഴ്സണൽ ഗ്രോത്ത് ഹാക്സ്. ഈ ഗ്രോത്ത് ഹാക്കുകൾ അപ്ലൈ ചെയ്യാൻ അവരെ പ്രാപ്തരാക്കുക. ഓരോരുത്തർ സ്വയം അവരുടെ ബെസ്റ്റ് വേർഷനിലോട്ട് ഇവോൾവ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി അത് നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ഗ്രോത്ത് ഹാക്കർ. ഓക്കെ, ഗ്രോത്ത് ഹാക്കിങ്ങിനെ കുറിച്ചാണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? നല്ല ലോങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഷിഹാബ് എടയൂർ സ്വന്തം എക്സ്പീരിയൻസ് മുഴുവൻ എഴുതിയിട്ടുണ്ട്. ആളൊരു മഷ്റൂം കർഷകനാണ്. 2017 മുതൽ ഞാൻ ഈ ഫീൽഡിലുണ്ട്. ഇപ്പൊ 4ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്നു. സാധാരണ കർഷകർ കൃഷി ചെയ്തു ഇടനിലക്കാർ വഴി വിറ്റഴിയുമ്പോൾ കൂൺ കൃഷി അതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഒരു കൃഷി എന്നതിനുപരി ഒരു സംരംഭമോ അല്ലെങ്കിൽ വൻ സാധ്യതയുള്ള ഒരു വ്യവസായ മേഖല തന്നെയാണ്. അപ്പോൾ ആള് പറയാൻ നമ്മൾ തന്നെ കൃഷി തന്നെ എടുത്ത് ഫ്രഷായും മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങളുടെ മാർക്കറ്റിൽ എത്തിക്കേണ്ടത് നമ്മുടെ സമൂഹത്തിനോടുള്ള ഒരു ഉത്തരവാദിത്തമായിട്ടാണ് ആള് കരുതുന്നത്. സോ ഇപ്പോഴും പലർക്കും മഷ്റൂമിനെ കുറിച്ച് അത് ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കേണ്ടതിനെ കുറിച്ചുള്ള ഒരു ബോധമില്ല. അപ്പം പഠിച്ച എഞ്ചിനീയറിംഗ് ഫീൽഡ് വീട്ടിറങ്ങി ഇതൊരു സംരംഭമായി മാറ്റിയെടുക്കാൻ കഴിയുന്ന വിശ്വാസം നല്ലപോലെ ഉള്ളത് കൊണ്ടാണ് ആള് കഴിഞ്ഞ 3 വർഷത്തിനിടയ്ക്ക് ഈ മേഖലയിൽ ഉള്ളതെന്നാണ് പറയുന്നത്. പിന്നെ ആള് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പോയാൽ പോരാ, ഒരു ഉത്തമ ബോധ്യമുള്ളത്, അങ്ങനെ ഒരു ഉത്തമ ബോധ്യമുള്ളതിനാൽ തന്നെ ഇതൊരു ബ്രാൻഡായി കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ആൾക്ക് ആഗ്രഹമുണ്ട്. സോ ഇത് ജസ്റ്റ് ആള് മനസ്സിലാവാൻ വേണ്ടി എഴുതിയേക്കുക. പക്ഷെ ആളുടെ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഏകദേശം 4ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ തുടക്കത്തിൽ അതേ ആത്മവിശ്വാസം ഇപ്പോഴും അതുപോലെ ഉള്ളതിനാൽ തന്നെ ഇത് മുന്നോട്ട് പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഓൾറൈറ്റ്, ഓക്കെ. സോ ഇത് മുന്നോട്ട് കൊണ്ടുപോകുമ്പം, ഈ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? സോ ഈ ഒരു മഷ്റൂം ബിസിനസ് എന്ന് പറയുന്നത് ജനങ്ങളിലേക്ക് വേണ്ടത്ര രീതിയിലേക്ക് അവയർനെസ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം അതാണ്, അവയർനെസ് ക്രിയേറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, മാർക്കറ്റ് റെഡി ആയിട്ടില്ല. ഓക്കെ, മാർക്കറ്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യണം. ആഫ്രിക്കയിലേക്ക് ഒരു ചെരുപ്പ് വിൽക്കാൻ പോയിട്ടുള്ള 2 ആൾക്കാരുടെ കഥ പറയാറുണ്ട്. ആ കഥയൊന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്നാൽ എനിക്കൊന്ന് അതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്കൊന്ന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് പോകാം. ആഫ്രിക്കയിലോട്ട് ഒരു കമ്പനിയിൽ, പിന്നെ ഒരു ചെരുപ്പ് നിർമ്മാണ കമ്പനി ആദ്യം ഒരു സെയിൽസ്മാൻ അയക്കുന്നു. ആഫ്രിക്കയിലുള്ള മാർക്കറ്റിനെ കുറിച്ചൊന്ന് പഠിച്ചു വരണം, അവിടെ എങ്ങനെയാണ് നമ്മുടെ കമ്പനിയുടെ ചെരുപ്പ് വിൽക്കാനുള്ള മാർക്കറ്റ് അവിടെ ഉണ്ടോ ഒന്ന് പഠിക്കണം എന്ന് പറഞ്ഞയച്ചു. അപ്പോൾ ആള് നല്ല അടിപൊളിയായിട്ട് കോട്ടും സൂട്ടൊക്കെ ഇട്ട് ചെരുപ്പിന്റെ സാമ്പിളുകളൊക്കെ എടുത്ത് അവിടെ പോയി. അവിടെ ചെന്ന് ആള് കപ്പലിൽ പോയി അവിടെ ഇറങ്ങിയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ്, കുറേ തെങ്ങ്, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കാണുന്നു. ഒരുപാട് ആളുകൾ അവർക്ക് മനസ്സിലാവാത്ത എന്തെയോ ഭാഷയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ കടലിന്റെ തീരത്തൊക്കെ നല്ല ഒരുപാട് ആളുകൾ ഇങ്ങനെ വരുന്നുണ്ട്, മുക്കുവരുന്നുണ്ട്. ഇതിനിടക്ക് ഇയാള് അവിടെ ഇങ്ങനെ നോക്കിയപ്പോൾ കപ്പൽ ഇറങ്ങുമ്പോൾ തന്നെ ഇയാളൊരു കാര്യം ശ്രദ്ധിച്ചു, അവിടെ ആരും ചെരുപ്പിട്ടിട്ടില്ല. ആ ബീച്ചിലുള്ള ഒരാളും ചെരുപ്പിട്ടിട്ടില്ല. പിന്നെ ആൾ അവിടുന്ന് ഇറങ്ങി പിന്നെ ഓരോ ഉള്ളേരിയകളിൽ പോയി, കാട്ടിൽ പോയി, നാട്ടിലെ മെയിൻ സിറ്റികളിൽ പോയി, എല്ലായിടത്തും പോയി. പക്ഷേ അവിടെയൊന്നും ആളുകൾ ചെരുപ്പിടുന്നില്ല. ഇയാൾ ആകെ നിരാശനായിട്ട് അന്ന് ഇമെയിലൊന്നും വന്നിട്ടില്ല. അപ്പോൾ ആളെന്ത് ചെയ്തു, തിരിച്ച് കപ്പൽ കയറി അവിടെ പോയി. എന്നിട്ട് ബോസിനോട് പറഞ്ഞു, ബോസേ നമ്മളെ യാത്ര വെറുതെ ആയിപ്പോയി കേട്ടോ,
ഭയങ്കര നഷ്ടമായി. എൻ്റെ യാത്ര ചെലവും പോയി, എല്ലാം പോയി. ആ നാട്ടിൽ ഒരു മനുഷ്യന് ചെരുപ്പിടില്ല. ചെരുപ്പിടാത്ത നാടാണ്, ഒരിക്കലും അങ്ങോട്ട് സെല് ചെയ്യാൻ പറ്റില്ല, പണി നിർത്താമെന്ന് പറഞ്ഞു. ഈ സമയത്ത് ഇദ്ദേഹം തിരിച്ചെത്താൻ വൈകിയതുകൊണ്ട് ബോസ് ഒരാളെ കൂടെ പറഞ്ഞയച്ചിരുന്നു. കാരണം ഇത്രയും നാളായിട്ട് ആളെ കാണാണ്ടിരുന്നിട്ട് ഇങ്ങോട്ട് പറഞ്ഞയച്ചിരുന്നു. ആള് തൊട്ടടുത്ത കപ്പലിൽ തിരിച്ചെത്തി. ഇയാൾ ഓടി വന്ന് ബോസിന്റെ അടുത്ത് എക്സൈറ്റഡ് ആയിട്ട് പറയുന്നു, ബോസ് നമുക്ക് വലിയൊരു മാർക്കറ്റ് കിട്ടി, ഐ ആം എക്സൈറ്റഡ്, നമ്മുടെ മാർക്കറ്റ് ഇതാ, കംപ്ലീറ്റ് ചെരുപ്പ് ഞാൻ വിറ്റ് തരാം, തരൂ എന്ന് പറഞ്ഞു. അപ്പൊ ബോസ് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി. കാരണം രണ്ടുപേരും പറയുന്നത് രണ്ട് കാര്യം. എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു, സാറേ ആ നാട്ടിലൊരൊറ്റ മനുഷ്യൻ ചെരുപ്പിടില്ല, ഒരൊറ്റ മനുഷ്യൻ ചെരുപ്പിടുന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ ചെരുപ്പിടാൻ പഠിപ്പിക്കും, പഠിപ്പിച്ചു കഴിഞ്ഞാൽ മൊത്തം മാർക്കറ്റ് നമ്മുടേതാണ് സാറേ. സോ ഹൗ വി ലുക്ക് അറ്റ് ഇറ്റ്. അതെ അതെ, തീർച്ചയായിട്ടും അതാണ് അദ്ദേഹം അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. ആ കഥയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണ്? ദാറ്റ് ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ മെസ്സേജ്. ആ മെസ്സേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ചെരുപ്പിടാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. എഡ്യൂക്കേറ്റ്. നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ ബിസിനസ് സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രോഡക്റ്റുകൾ വിൽക്കപ്പെടണം എന്നുണ്ടെങ്കിൽ, നിങ്ങളെ കസ്റ്റമേഴ്സ് റെസ്പെക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, പലപ്പോഴും ഉള്ളൊരു പ്രശ്നമാണെന്ന് വെച്ചാൽ മാർക്കറ്റ് എന്ത് ചെയ്യില്ല, റെസ്പെക്റ്റ് ചെയ്യില്ല എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ പിന്നാലെ പോയിട്ട് ഇതൊന്ന് വാങ്ങിക്കോ എന്ന് പറയേണ്ട അവസ്ഥ. അതിന് പകരം മാർക്കറ്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു കൺസൾട്ടൻ്റ് ആണ്, നിങ്ങളൊരു സെയിൽസ് എക്സിക്യൂട്ടീവ് അല്ല, നിങ്ങളൊരു ബിസിനസ് മാൻ അല്ല, നിങ്ങളവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവരാണ്, എംപവർ ചെയ്യുന്നവരാണ്, എഡ്യൂക്കേറ്റ് ചെയ്യുന്നവരാണ്. അതായത് ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ, സംഭവങ്ങൾ, ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞുള്ള കുറേ ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ മഷ്റൂം ബിസിനസ്സിൻ്റെ ഗുണങ്ങൾ, സംഭവങ്ങൾ, ഉത്തമ ബോധ്യമുണ്ട്, സമൂഹത്തിന് ആവശ്യമുള്ളൊരു കാര്യമാണ്, ഇത് സമൂഹം തിരിച്ചറിയേണ്ടതാണ് എന്നുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് നിങ്ങൾ നിന്നിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഒന്നുകിൽ യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങുക, വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുക. വീഡിയോസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു നിശ്ചിത സംഖ്യ, ബിസിനസ്സിൽ കച്ചവടം നടക്കണമെങ്കിൽ നിക്ഷേപം ആവശ്യമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു നിശ്ചിത സംഖ്യ എന്ത് ചെയ്യുക, മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യുക, വേറെ ആൾക്കാരെ കൊണ്ട് നിങ്ങളൊരു ചാനൽ തുടങ്ങി നിങ്ങളുടെ ടീം മെമ്പർ ആവാം, സ്റ്റാഫ് ആകാം, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരാളെ വിളിക്കാം, എന്നിട്ട് എന്ത് ചെയ്യാം, വീഡിയോസ് ചെയ്തിട്ട് ഇതിൻ്റെ ഗുണങ്ങൾ എന്ത് ചെയ്യണം, എഡ്യൂക്കേറ്റ് ചെയ്ത് എത്തിപ്പിക്കണം. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഫേസ് കാണിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, ഫേസ് കാണിക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്ക്ഗ്രൗണ്ടിൽ സംസാരിച്ചുകൊണ്ട് ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോസ് എന്ത് ചെയ്യും, എഴുതി കാണിക്കുന്ന സ്ലൈഡ് ഷെയറിംഗ് സംഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ടോ നിങ്ങൾ ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിന് പുറമെ ടെക്സ്റ്റ് രൂപത്തിൽ എഴുതാം, അതേപോലെ തന്നെ വീഡിയോ രൂപത്തിൽ ചെയ്യാം. ഇതെല്ലാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, വാട്സപ്പ് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിരന്തരം ഇത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ നിങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാരിൽ ഏത് ടെറിട്ടറിയിലാണോ ഉള്ളത് ആ ആൾക്കാരിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഒരു അവയർനെസ് എത്തിക്കണം. ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇത് കഴിച്ചാലുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കൊണ്ടുള്ള എന്തുകൊണ്ട് നിങ്ങളിത് വാങ്ങിക്കണം, എന്തുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്ന് എഡ്യൂക്കേറ്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ, ഉപയോഗിക്കാൻ പഠിപ്പിക്കുക. ഈ പറഞ്ഞിരിക്കുന്ന പോലെ അങ്ങനെ ഇപ്പോൾ മാർക്കറ്റ് റെഡി അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ആൾക്കാർ റെഡി അല്ല എന്നുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി. സീ ഇറ്റ് ആസ് ആൻ ഓപ്പർച്യൂണിറ്റി, എഡ്യൂക്കേറ്റ്. അപ്പോൾ എഡ്യൂക്കേറ്റ് ചെയ്യുക. നമ്മളെന്ന് വെച്ചാൽ ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും എന്ന് പറയുന്നത് പോലെ അത് വഴി മാറ്റാനുള്ള നമ്മുടെ ആൾക്കാർ റെഡി അല്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡു ദിസ്. ഇത് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇറങ്ങിത്തിരിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയുന്നത്. സോഷ്യൽ മീഡിയ ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, അദ്ദേഹത്തോട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. എനിക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു ബേസിക്കലി ഒരു എൻജിനീയറിംഗ് ഇത് കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. എന്തുകൊണ്ടാണ് എൻജിനീയറിംഗ്, അപ്പോൾ ആർക്കിടെക്ട് എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ ഉൾപ്പെടുത്തിയ കണ്ടു, അതായത് പേഴ്സണൽ ഗ്രോത്ത് ആർക്കിടെക്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പേഴ്സണൽ ഗ്രോത്ത് ആർക്കിടെക്ട് എന്ന് പറയുന്ന പേര് കൊടുത്തു. ആ ആർക്കിടെക്റ്റിന് നമ്മൾ പഠിച്ച എൻജിനീയറിംഗുമായിട്ടൊന്ന് എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്താണ് നിങ്ങൾ എൻജിനീയറിംഗ് പഠിച്ചിട്ട് എങ്ങനെ ഇതിലേക്ക് എത്തി? അത് പേഴ്സണൽ ഗ്രോത്ത് ആർക്കിടെക്റ്റിന് ഞാൻ പഠിച്ച എൻജിനീയറിംഗുമായിട്ട് ബന്ധമില്ലെങ്കിലും അത് എൻ്റെ പാഷനുമായിട്ട് ഭയങ്കര കണക്റ്റഡാണ്. ഇതിപ്പോൾ എല്ലാവരോട് വണ്ടടിച്ച് ചോദിക്കുന്ന കാര്യമാണ്. എന്താ എംടെക് കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആകാശവാണിയിലാണെങ്കിൽ ആകാശവാണിയിൽ വരുന്ന ചോദിക്കാൻ ആകാശവാണിയിൽ പരിപാടി അവതരിപ്പിക്കുക എംടെക് കഴിഞ്ഞിട്ടോ. പക്ഷെ അതിന് പിന്നിലുള്ള ഇത് എൻ്റെ ഒരു സ്റ്റോറി എന്ന് വെച്ചാൽ ഞാൻ പാഷനെ പിന്തുടരുന്ന തോറ്റ് പാഷനെ പിന്തുടരുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ പിന്നെ ബിടെക് ചെയ്തത് മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ചിട്ടാണ്. ഇപ്പോൾ ബിടെക് ചെയ്യുമ്പോൾ എനിക്ക് അന്ന് ആദ്യം നല്ലൊരു കമ്പനിയിൽ പ്ലേസ്മെന്റ് കിട്ടി. ഐഗറ്റ് പട്നി എന്ന് പറഞ്ഞ കമ്പനിയിൽ നല്ലൊരു പാക്കേജിൽ എഞ്ചിനീയർ ആയിട്ട് കിട്ടി, ക്യാമ്പസ് പ്ലേസ്മെന്റ് തന്നെ കിട്ടി. അപ്പൊ അതിനൊക്കെ പോവാം എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ വെറുതെ ഒരു പിന്നെ എക്സാം എഴുതിയിരുന്നു, ഒരു സെൻട്രൽ ഗവൺമെന്റ് എക്സാം. അത് പ്രതീക്ഷിക്കാതെ കിട്ടി. അത് കിട്ടാൻ വേണ്ടി എഴുതിയ പരീക്ഷ ആയിരുന്നില്ല ആക്ച്വലി, പക്ഷെ കിട്ടി. പോസ്റ്റൽ അസിസ്റ്റന്റ് ആയിട്ട് ജോലി കിട്ടി എനിക്ക്. അപ്പോൾ പോസ്റ്റൽ അസിസ്റ്റന്റ് ആയിട്ട് ജോലി എന്ന് പറയുമ്പോൾ അന്ന് നമുക്കറിയാലോ, ഒരു ഗവൺമെന്റ് ജോലി കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അതിന് പോവാൻ നമുക്ക് ഭയങ്കര പ്രഷർ വരും. അപ്പോൾ ഓക്കെ, എനിക്ക് ആക്ച്വലി എഞ്ചിനീയർ ആയിട്ട് അപ്പോൾ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഓക്കെ, സെക്യൂരിറ്റി മറ്റു കാര്യങ്ങളൊക്കെ പരിഗണിച്ച് വീട്ടിൻ്റെ അഭിപ്രായം മാനിച്ച് പോസ്റ്റൽ അസിസ്റ്റന്റ് ആയിട്ട് ജോയിൻ ചെയ്തു. ഞാനതിൽ 16 മാസം വർക്ക് ചെയ്തു മൊത്തം. അപ്പോൾ വർക്ക് ചെയ്തപ്പോൾ ഇങ്ങനെ തോന്നി, ഇതിപ്പോൾ കുറച്ച് കാലം കൂടെ ഇതിൽ തന്നെ ചെയ്താൽ
ഇതിൽ തന്നെ ആയി പോകുന്നു തോന്നി. എന്താ വെച്ചാൽ ജോലി നല്ലതാണ്, ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത് തന്നെയാണ്, അടുത്താണ്. പക്ഷേ നമ്മൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും ചെയ്യാനുള്ള സ്കോപ്പ് അവിടെ ഇല്ല. ക്ലറിക്കലായിട്ട് ഫയൽ പുഷർ എന്നുള്ള ഒരു റോള് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഒരു ഭയങ്കര റിസ്കി ഡിസിഷൻ എടുത്തു ലൈഫിൽ. ജോലി രാജിവെച്ചു. ഈ ജോലി രാജിവെച്ചു? ആ ജോലി രാജിവെച്ചു. പോസ്റ്റ് ലെസിൻ്റെ ആയിട്ടുള്ള ജോലി രാജിവെച്ചു. അപ്പോൾ രാജിവെക്കാനുള്ള തീരുമാനം പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഒരു കോമൺ പേരിട്ടു, FOOL. ഫുൾ. കാരണം എല്ലാവരും ഒരേ അഭിപ്രായത്തിൽ, ഇക്കാര്യത്തിൽ ഒരേ അഭിപ്രായമായിരുന്നു. മുനീർ നോക്കണ്ട, ഓൻ ചെയ്യുന്നത് കണ്ട ആരും ചെയ്യണ്ട, അത് മണ്ടത്തരം. കാരണം അത്യാവശ്യം നല്ല സാലറി കിട്ടുന്ന വീട്ടിനടുത്തുള്ള ജോലി രാജിവെക്കുന്നു. അപ്പൊ ആ സമയത്ത് എന്റെ കയ്യിൽ വേറെ ജോലിയൊന്നുമില്ല. എന്റെ പ്ലാൻ എംടെക്കിന് പോകണമെന്നായിരുന്നു. അപ്പൊ അന്ന് ഞാൻ വിചാരിച്ചു നമ്മൾ പഠിച്ച എഞ്ചിനീയറിംഗ് ഇഷ്ടമാണ്, അങ്ങനെ എംടെക്കിന് പോകാൻ വേണ്ടിയിട്ടായി ചെയ്യുന്നു. അപ്പൊ ഒരു പ്രശ്നമുണ്ട്, എംടെക്കിന് ഫീസ് കൊടുക്കണ്ടേ? അത് സ്റ്റൈപ്പൻഡ് കിട്ടണമെങ്കിൽ ഗേറ്റ് പാസ്സാവണം. ഞാൻ ഈ ഗേറ്റ് 2 പ്രാവശ്യം എഴുതിയിരുന്നു. പിന്നെ ബിടെക് 3ാം വർഷം എഴുതി, 16 മാർക്ക് കിട്ടി, 100-ലാണ്. ബിടെക് 3ാം പ്രാവശ്യം എഴുതി? അല്ല, ബിടെക് 3ാം വർഷം പഠിക്കുമ്പോ ഗേറ്റ് എക്സാം എഴുതി, 100-ൽ 16 മാർക്ക് കിട്ടി, പൊട്ടി. 4ാം വർഷം ഒന്നും കൂടെ എഴുതി. അന്നൊക്കെ എംടെക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. 4ാം വർഷം ഇമ്പ്രൂവ് ചെയ്തു, 18 മാർക്ക്, വീണ്ടും പൊട്ടി. അപ്പൊ ഈ പൊട്ടി എക്സാം 3ാം തവണ എഴുതുമ്പോ കയ്യിൽ ജോലിയില്ല. എന്തായാലും പിന്നെ ഇത് ജയിച്ചേ തീരൂ, അങ്ങനെ ഉണ്ടല്ലോ നമുക്ക്. അപ്പൊ ജസ്റ്റ് പാസ്സായി, അത്രേ ഉള്ളൂ. 3ാം തവണ ജസ്റ്റ് പാസ്സായി, എംടെക്കിന് അഡ്മിഷൻ കിട്ടി. പിന്നെ കുറ്റിപ്പുറം MES എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് എംടെക്കും ചെയ്തു. എംടെക് സെക്കൻഡ് ഇയറിൽ സെയിം സ്റ്റോറി റിപ്പീറ്റ് ചെയ്തു. എനിക്ക് TCS-ൽ പ്ലേസ്മെന്റ് കിട്ടി എഞ്ചിനീയർ ആയിട്ട്. അതേസമയം ആകാശവാണിന്റെ എക്സാം എഴുതിയിരുന്നു. ആകാശവാണിയിൽ പ്രോഗ്രാം ഓഫീസറായിട്ട് അതും സെലക്ഷൻ കിട്ടി. അപ്പൊ വീണ്ടും മനസ്സിൽ പഴയ പോലുള്ള കൺഫ്യൂഷൻസ്, ഏത് ചൂസ് ചെയ്യണം. അപ്പൊ ആ സമയത്ത് ഞാൻ വിചാരിച്ചു, എനിക്ക് ട്രെയിനിങ് എടുക്കുന്നത് ആ സമയത്ത് നല്ല ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. ആ സാപ്പിന്റെ ട്രെയിനറൊക്കെ ആയിട്ട് കുറെ വർക്ക് ചെയ്തു. അപ്പോൾ ആ ഒരു പാഷൻ, അതോടൊപ്പം സംസാരിക്കാൻ ഇഷ്ടമാണ്, എഴുതാൻ ഇഷ്ടമാണ്. കോളേജിലെ എഡിറ്ററൊക്കെ ആയിരുന്നു. ഞാൻ വിചാരിച്ചു ഐ വിൽ ഫോളോ മൈ പാഷൻ എന്നുള്ള രൂപത്തിൽ ആകാശവാണി എടുത്തു. ആകാശവാണി എടുത്ത് ഇപ്പം എന്താ അറിയോ, വളരെ സന്തോഷം എന്താണെന്ന് അറിയോ, ഇപ്പം എനിക്ക് ശമ്പളം കിട്ടുന്നത് ആക്ച്വലി നമ്മൾ ഇഷ്ടമുള്ള കാര്യം ചെയ്യുന്നതാണ്. അതേപോലെ നമ്മൾ സംസാരിക്കുന്നു, കുറച്ച് എഴുതുന്നു, ആളുകളെ കാണുന്നു, പരിചയപ്പെടുന്നു, മാസം നമുക്ക് പൈസ കിട്ടുന്നു, അതോടൊപ്പം ക്ലാസ്സുകൾ എടുക്കുന്നു. സോ ഐ എം ജസ്റ്റ് ലിവിങ് ആൻഡ് ഐ എം ഗെറ്റിംഗ് പെയ്ഡ്. സോ ആ എഞ്ചിനീയർ എന്നുള്ള പഠനത്തിൽ നിന്ന് ഇപ്പോൾ ഈ ഒരു പേഴ്സണൽ ഗ്രോത്ത് ആർക്കിടെക്ട്, പ്രോഗ്രാം ഓഫീസർ എന്നുള്ളതിലോട്ടുള്ള ഈ ജേർണിയിൽ എനിക്ക് കിട്ടിയത് ഈ ഒരു സാറ്റിസ്ഫാക്ഷനാണ്. സോ ദാറ്റ് ഈസ് വെരി ഗുഡ്, വെരി ഇൻട്രസ്റ്റിംഗ്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകുന്നത്, വാട്ട് ഇസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? എന്താണ്? ഇസ്ലാഖ് ഖദർ. ഓക്കെ. ഇസ്ലാഖ് ഖാദർ. ഓക്കെ. Sir, how can we hold employees for the beginning of the firm? They are continuously leaving after 1 to 2 months. Would you please answer? Thank you for your continuous support. സോ ദ ക്വസ്റ്റ്യൻ ഈസ്, ക്വസ്റ്റ്യൻ പറഞ്ഞ പ്രകാരം എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഒരു കമ്പനിയിൽ എങ്ങനെ എംപ്ലോയീസിനെ നിലനിർത്താം എന്നുള്ളതാണ്. കമ്പനിയിൽ ഒരു എംപ്ലോയീസിനെ നിലനിർത്തുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന കൾച്ചർ എന്താണെന്നുള്ളതാണ്. ഓക്കെ, ആ ക്രിയേറ്റ് ചെയ്യുന്ന കൾച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നിങ്ങളൊരു ഫ്രീഡം കൊടുക്കുന്ന, ക്രിയേറ്റിവിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന, ജനങ്ങളെ എംപവർ ചെയ്യുന്ന, അവിടെയുള്ള എംപ്ലോയീസിനെ എംപവർ ചെയ്യുന്ന ഒരു കൾച്ചറാണ്. ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 തരത്തിലുള്ള കസ്റ്റമേഴ്സ് ഉണ്ടെന്ന് പറയും. ഒന്ന്, നമ്മുടെ എല്ലാവരും പറയുന്നൊരു കാര്യം, ബിസിനസ്സിൽ ആരാണ് ഇമ്പോർട്ടൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സാണെന്ന് പറയും, അല്ലേ? പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഞാൻ പറയുന്നത് വെച്ചാൽ, ബിസിനസ്സിൽ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ബിസിനസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് എംപ്ലോയീസ് ആണ്. എംപ്ലോയീസ് ഇല്ലെങ്കിൽ പ്രോഡക്ട്സ് ഇല്ല, സർവീസസ് ഇല്ല, അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ നമ്മുടെ ടീം മെമ്പേഴ്സ്, എംപ്ലോയീസ് എന്ന് വിളിക്കുന്നതിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടം വെച്ചാൽ ടീം മെമ്പേഴ്സ്. സോ ഈ ടീം മെമ്പേഴ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ ഹാപ്പിയാണോ നമ്മൾ നോക്കണം. അവർ ഹാപ്പിയാണോ, അവർ എന്താ പറയുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ടോ, ബെസ്റ്റ് സർവീസ്, ബെസ്റ്റ് ഓഫീസ്, ബെസ്റ്റ് സൗകര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന പരമാവധി സംഭവങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ടീം മെമ്പേഴ്സിന് പ്രൊവൈഡ് ചെയ്യണം. അത് മാത്രമല്ല, പല കമ്പനികളിലും ഒരു ടീം മെമ്പറെ എടുക്കുന്ന സമയത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, ബേസിക്കലി നിങ്ങൾ ഈ ഒരു കമ്പനിയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, നിങ്ങൾ ഈ കമ്പനി എവിടെ എത്തിക്കും എന്നുള്ളതാണ്. ഓക്കെ, അതിന് പകരം നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താ വെച്ചാൽ, നിങ്ങളിപ്പോൾ വന്നു കഴിഞ്ഞാൽ വേർ ഡു യു വാണ്ട് ടു ഗോ? അതിൽ ഞാൻ നിന്നോട് ചോദിച്ചിട്ടില്ലേ, am I right? യെസ്. അതായത് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബേസിക്കലി നിങ്ങൾക്ക് എവിടേക്കാണ് പോകേണ്ടത്?
നിങ്ങൾക്ക് എവിടേക്കാണ് എത്തുന്നത്, അവിടേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, അവരുടെ ഗോളുകൾ ആദ്യം, ആഗ്രഹങ്ങൾ ചോദിച്ചറിയുക, അത് എഴുതി വെക്കുക. എന്നിട്ട് അവർക്ക് അതിന് വേണ്ട സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സ്ഥാപനത്തിൽ നിൽക്കുന്ന സമയത്ത് തന്നെ തീർച്ചയായിട്ടും എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഗോളുകൾ അച്ചീവ് ചെയ്യാനുള്ള അതിലേക്ക് വേണ്ട സപ്പോർട്ട് എന്തൊക്കെ കാര്യങ്ങൾ, അത് ആ വ്യക്തിയെ ഈ ജോലിക്ക് പ്രവേശിക്കുന്നതിലൂടെ തന്നെ ഈ ജോലിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഗോളിലേക്ക് എങ്ങനെ അദ്ദേഹത്തിന് എത്താൻ പറ്റും, അതിന് വേണ്ട ബേസിക് ആയിട്ടുള്ള സ്കില്ലുകൾ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുക. അത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാവാം, അല്ലെങ്കിൽ മറ്റുള്ള പ്രോബ്ലം സോൾവിങ് സ്കില്ലാവാം, ക്രിട്ടിക്കൽ തിങ്കിങ് സ്കില്ലാവാം, അനലിറ്റിക്കൽ തിങ്കിങ് സ്കില്ലാവാം. ഇങ്ങനെയുള്ള ഒരുപാട് സ്കില്ലുകളുണ്ട് അല്ലേ, ഒരു കരിയറിൽ സക്സസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ. അത്തരത്തിലുള്ള സ്കില്ലുകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന, അതിനുവേണ്ടി നിരന്തരം കോച്ചിങ് കൊടുക്കുക, അതിനുവേണ്ടി നിരന്തരം അവരെ കേപ്പബിലിറ്റി വർദ്ധിപ്പിക്കുന്ന ഒരു കൾച്ചർ നിങ്ങൾക്ക് അവിടെ ഉണ്ട് എങ്കിൽ, സ്ഥാപനത്തിലുണ്ട് എങ്കിൽ, ഒരു സംശയമില്ല നിങ്ങളുടെ ടീം മെമ്പേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അത് മാത്രമല്ല, നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു കാരണവശാലും ഒരു ബോസ് എന്നുള്ള രീതിയിലേക്ക് നിൽക്കരുത്. നിങ്ങളെല്ലാവരും ഒരു ടീമാണ്, ഒരു ടീം മെമ്പേഴ്സാണ്. ആ ഒരു ടീം ഒരു ലീഡറായിട്ട് നിങ്ങൾ നിൽക്കണം. ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഡീലർ ഓഫ് ഹോപ്പ് എന്ന് പറയാം. പ്രതീക്ഷ കൊടുക്കണം. ഇയാളുടെ കൂടെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ലൈഫ് രക്ഷപ്പെടും, എനിക്ക് എൻ്റെ ഗോളിലേക്ക് എത്താൻ പറ്റും, അറ്റ്ലീസ്റ്റ് എനിക്ക് ഇവിടുന്ന് സാലറി കിട്ടുന്നതിനപ്പുറത്തേക്ക് എനിക്ക് ഒരുപാട് പഠിക്കാൻ പറ്റും, ഉയരാൻ പറ്റും, ഇയാൾ ഇൻസ്പയറിംഗ് ആണ്, എനിക്ക് ഒരുപാട് അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. ഇങ്ങനെയുള്ള കുറേ എലമെൻസുകളാണ് ടീം മെമ്പേഴ്സിനെ നമ്മുടെ കൂടെ നിർത്തുന്നത്. പ്ലസ് ജോലി ചെയ്യിപ്പിക്കുക എന്നുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് എന്താ വെച്ചാൽ അവർ എന്ത് ചെയ്യണം, ഇൻസ്പയർഡായിട്ട് ജോലി ചെയ്യണം. ജോലി ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അവരോട് ഈ പറഞ്ഞിരിക്കുന്ന ഫോർമൽ റിലേഷൻഷിപ്പിനപ്പുറത്തേക്കുള്ള ഒരു എന്താ പറയുക, ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരു നല്ലൊരു ഒരു കമ്പാഷനേറ്റ് ആയിട്ടുള്ള, ഒരു ഹ്യൂമനിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഉണ്ടാവണം. അവരെ കെയർ ചെയ്യണം. അത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഗെറ്റ് ഇൻ ടു ദാറ്റ്. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദാറ്റ്? ഷുവർ. ഇത് ഓരോ ടീം മെമ്പർക്കും തോന്നണം, ഇത് എൻ്റെ സ്ഥാപനമാണ്, എൻ്റെ കമ്പനിയാണ് എന്നുള്ളത് തോന്നണം. അതെ. ഇപ്പോൾ അതിൻ്റെ ബോസ്, താങ്കൾ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ബോസി ടൈപ്പ് ആവരുത്, മറിച്ച് ട്രൂ ലീഡറാണ്. അതെ അതെ. ഒരു ലീഡർ എന്ന് പറയുമ്പോൾ ഹി ക്രിയേറ്റ്സ് മോർ ലീഡേഴ്സ്. അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് എൻ്റെ കമ്പനിയിൽ ഓരോ എംപ്ലോയിയും ഓരോ ലീഡറായിട്ട് മാറട്ടെ, ഓരോരുത്തരും അവനവൻ്റെ മേഖലയിൽ ബെസ്റ്റ് ആവട്ടെ, അതിന് വേണ്ട ആകാശം ഒരുക്കി കൊടുക്കുന്ന ആളാവണം ഒരു entrepreneur. Okay, so that's the message. Anyway, let's get into the book, the part 3. എനിക്ക് അടുത്ത ചോദ്യം ചോദിക്കാനുണ്ട്. അടുത്തത് എന്താണെന്ന് വെച്ചാൽ സ്പ്രെഡ് ഔട്ട് വേർഡ് എന്നുള്ളതാണ്. ഓക്കെ, ബുക്കിൻ്റെ പാർട്ട് 3 നിങ്ങൾ അവിടെ എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നത് പുസ്തകത്തിൽ? സ്പ്രെഡ് ഔട്ട് വേർഡ്, ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുക. നമ്മൾ ഓരോ മനുഷ്യനും ഉള്ളിലൊരു ലോകമുണ്ട്, അതോടൊപ്പം ചുറ്റും ഒരു ലോകമുണ്ട്. ഓക്കെ, അതിനകത്ത് നമ്മുടെ ഫാമിലി വരുന്നുണ്ട്, സമൂഹം വരുന്നുണ്ട്, അതോടൊപ്പം ഈ വേൾഡ് മുഴുവൻ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള രൂപത്തിൽ ലോകം വരുന്നുണ്ട്. ഇതിനെ എല്ലാറ്റിനെയും കൺസിഡർ ചെയ്യുന്ന രൂപത്തിൽ സ്പ്രെഡ് ഔട്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ പലർക്കും പറ്റുന്നൊരു അബദ്ധം, ചിലർ ഇപ്പോൾ ജോലിയിൽ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടാവും, അതല്ലെങ്കിൽ ഒരു പക്ഷേ അവരവരുടെ ബിസിനസ്സിൽ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടാവും, പക്ഷേ സ്വന്തം വൈഫിനെ സ്നേഹിക്കാൻ മറന്നു പോകുന്നുണ്ടാവും, സ്വന്തം മക്കളെ ഒന്ന് ഉമ്മ വെക്കാൻ മറന്നു പോകുന്നുണ്ടാവും. ഇപ്പോൾ അതോടൊപ്പം പിന്നെ എന്തെങ്കിലും കിട്ടുന്നതിൻ്റെ ഒരു 1% എങ്കിലും ചാരിറ്റിക്കായിട്ട് നീക്കി വെക്കാൻ അത് ഒരു ബാധ്യതയായിട്ട് കാണുന്നവരുണ്ടാവും. സോ ഇത് വൈ ഷുഡ് വി എക്സിസ്റ്റ് ആസ് എ ലാർജ് വൺ, ഇമ്മിണി വലിയ ഒന്നായിട്ട് എങ്ങനെ നിൽക്കണം? അത് ഞാൻ പരിചയപ്പെട്ട ഒരുപാട് വ്യക്തികളുടെ അനുഭവങ്ങളിലൂടെ പറഞ്ഞു വെക്കുന്നതാണ്. സ്വന്തം അനുഭവങ്ങളിലൂടെയും പരിചയപ്പെട്ട ഒരുപാട് അസാമാന്യ വ്യക്തിത്വങ്ങളുടെയും അനുഭവങ്ങളിലൂടെ പറയുകയാണ് സ്പ്രെഡ് ഔട്ട് വേർഡ്. ബേസിക്കലി എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ പുസ്തകത്തിൻ്റെ 3 പാർട്ടിലായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഹൗ യു ക്യാൻ സക്സീഡ്, ഹൗ യു ക്യാൻ മൂവ് ഫോർവേഡ്, റൈറ്റ്? അതേപോലെ തന്നെ എന്താ വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന പോലെ പിന്നെ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ വാട്ട് വാസ് ദാറ്റ് ഇൻവേർഡ്? ലുക്ക് ഇൻവേർഡ്, അതായത് മൂവ് ഫോർവേഡ്, ഹൗ യു ക്യാൻ മൂവ് ഫോർവേഡ് എന്നുള്ളതാണ് ഫസ്റ്റ് പാർട്ട് പറഞ്ഞിരുന്നത്. മൂവ് ഫോർവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അതായത് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാം, അതിന് വേണ്ടിയുള്ള തടസ്സങ്ങൾ വരും, ആ തടസ്സങ്ങൾ എങ്ങനെ മറികടക്കാം, അതിനാവശ്യമായിട്ടുള്ള സ്ട്രാറ്റജീസ് എന്താണ്, എങ്ങനെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരുങ്ങേണ്ടതുണ്ട്, അതാണ് ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ലുക്ക് ഇൻവേർഡ്, യു ഹാവ് ലോട്ട് ഓഫ് പൊട്ടൻഷ്യൽ ഇൻസൈഡ് യു, ഹൗ യു ക്യാൻ ബ്രിങ് ഇറ്റ് ഔട്ട് ആൻഡ് വാട്ട് ആർ ദ പ്രോബ്ലംസ്, വാട്ട് ആർ ദ ചാലഞ്ചസ് ദാറ്റ് ഈസ് സ്റ്റോപ്പിംഗ് യു ടു ബ്രിങ് ഔട്ട് ദ ബെസ്റ്റ് ഇൻ യു. അതായത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഏറ്റവും മികച്ചതിനെ പുറത്തു കൊണ്ടുവരാൻ
ചില തടസ്സമായി നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ടാവും, ചില വൈറസുകളുണ്ടാവും, ചില നെഗറ്റിവിറ്റി ഉണ്ടാവും. അതിനെ നമുക്കിങ്ങനെ പുറത്തുനിന്ന് അതിനെ നമുക്കിങ്ങനെ ഇല്ലാണ്ടാക്കാം. എന്നിട്ട് എങ്ങനെ ഒരു ഡിഫൻസ് മെക്കാനിസം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ എങ്ങനെ നെഗറ്റിവിറ്റി, പുറത്തുനിന്ന് വരുന്ന നെഗറ്റിവിറ്റി എങ്ങനെ അതിൽ നിന്ന് നിങ്ങളെങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇന്നർ പവറിനെ ഡെവലപ്പ് ചെയ്യുന്ന കാര്യമാണ് ഈ ലുക്ക് ഇൻവേർഡിലേക്ക്. പിന്നെ വരുന്നത് വെച്ചാൽ സ്പ്രെഡ് ഔട്ട് വേർഡ്. ഇത് രണ്ടും നമ്മൾ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമാണ് വി നീഡ് ടു ഗിവ് ബാക്ക് ടു ദ സൊസൈറ്റി. ഫോർ ദാറ്റ് വി നീഡ് എ ഗ്രേറ്റ് പർപ്പസ്. അപ്പോൾ നമ്മളെക്കാട്ടിലും ലാർജർ ദാൻ അവർ സെൽഫ്, നമ്മളെക്കാട്ടിലും നമ്മൾ സൊസൈറ്റിയെ കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ എഴുതിയിട്ടുള്ള പുസ്തകം കൂടിയാണ് ഈ പുസ്തകം. എനിവേ ഐ തിങ്ക് യു ഹാവ് പുട്ട് ഇൻ നല്ല രീതിയിൽ ഇതിനെന്ത് ചെയ്തിട്ടുണ്ട്, പാക്കേജ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ഉള്ളത്. എനിവേ നമുക്ക് ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഇസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? അശ്വലി ചോദിക്കുന്ന ചോദ്യമാണ്. ആള് അത്തോളിന്നാണ്, കോഴിക്കോട്. MBA-കാരൻ ബിസിനസ്സിൽ പരാജയപ്പെടുന്നു, തൂപ്പുകാരൻ ബിസിനസ്സിൽ വിജയിക്കുന്നു. പണമുള്ളവൻ ബിസിനസ്സിൽ പരാജയപ്പെടുന്നു, പണമില്ലാത്തവൻ ബിസിനസ്സിൽ വിജയിക്കുന്നു. ഒരു ബിസിനസ്സുകാരന് വേണ്ട പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്താണ്? അതിന്റെ താഴെ ആള് കൊടുത്തിട്ടുണ്ട്, വ്യക്തികളുടെ ബ്രാക്കറ്റിൽ ഉപഭോക്താവിന്റെ മനസ്സറിയുന്ന രാഷ്ട്രീയക്കാരൻ ബിസിനസ്സിലേക്ക് വന്നാൽ പൂർണ്ണമായും വിജയിക്കില്ലേ? ഓക്കെ, രണ്ട് ചോദ്യം. ആദ്യത്തെ ചോദ്യം എടുക്കാം. ഒരു ബിസിനസ്സുകാരന് വേണ്ട പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്താണ്? ഒരു ബിസിനസ്സുകാരന് വേണ്ട പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒരുപാട് ഗുണങ്ങളുണ്ട്. കുറച്ച് ഗുണങ്ങൾ ഞാൻ വേണമെങ്കിൽ പറയാം, ഇദ്ദേഹം കുറച്ച് ഗുണങ്ങൾ പറഞ്ഞോളൂ. ഓക്കെ, സോ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തെ കാണേണ്ടത് ഒരു പ്രോബ്ലം സോൾവർ ആയിട്ടാണ്. അതായത് ഹി ഷുഡ് സീ ഹിംസെൽഫ് ആസ് എ പ്രോബ്ലം സോൾവർ. സൊസൈറ്റിയിൽ ഒരുപാട് പ്രോബ്ലം ഉണ്ട്. ഈ സൊസൈറ്റിയിലുള്ള പ്രോബ്ലത്തിന് നിങ്ങൾക്ക് അവിടെ ആ പ്രോബ്ലത്തിൽ ഒരു അവസരം കണ്ടെത്താൻ കഴിയുന്നുണ്ടോ? ആ പ്രോബ്ലം എനിക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും, എൻ്റെ ഏത് പ്രോഡക്റ്റ് കൊണ്ട്, ഏത് സർവീസ് കൊണ്ട് എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് തിരിച്ചറിഞ്ഞ്, അത് ഒരു നീഡാണ്, അതിനെ തിരിച്ചറിഞ്ഞ് അതിനെങ്ങനെ നമുക്കെന്ന് വെച്ചാൽ നല്ലൊരു സർവീസായിട്ട് പ്രൊവൈഡ് ചെയ്ത് ആ സർവീസ് എത്തിക്കുന്നത് അതൊരു പർപ്പസും കൂടിയാണ്. കാരണം ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുകയാണ്. സോ ഹീ ഈസ് ഡൂയിങ് സംതിങ് ഫോർ ദ സൊസൈറ്റി ടു ക്രിയേറ്റ് സം ഇംപ്രൂവ്മെൻറ്റ്സ് ഇൻ ദ സൊസൈറ്റി. അങ്ങനെ ആ ഒരു രീതിയിൽ കണ്ടുകൊണ്ട് നിങ്ങളുടെ പ്രോഡക്റ്റ് ജനങ്ങളുടെ എന്ത് പ്രോബ്ലമാണ് സോൾവ് ചെയ്യുന്നത് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് അതിനെ പാക്കേജ് ചെയ്ത് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്ത് അഡ്വർടൈസ് ചെയ്ത് ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്ത് ഇതിൻ്റെ ആവശ്യകത അവരിലേക്ക് എത്തിച്ച് മനസ്സിലാക്കി കൊടുത്ത് നിങ്ങൾ നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ പ്രോഡക്റ്റുകൾ സെല് ചെയ്യാൻ പറ്റും. സോ അതിനെന്തൊക്കെ വേണം? ഏറ്റവും പ്രധാനമായിട്ടെന്ന് വെച്ചാൽ ഒന്ന്, ഈ പറഞ്ഞിരിക്കുന്ന നല്ലൊരു പ്രോബ്ലം സോൾവർ ആവണം, ആ ഒരു മൈൻഡ് സെറ്റ് വേണം. രണ്ടാമത്തേതെന്ന് വെച്ചാൽ നന്നായിട്ട് മാർക്കറ്റ് ചെയ്യാനുള്ള, പ്രൊമോട്ട് ചെയ്യാനുള്ള കേപ്പബിലിറ്റി വേണം. മൂന്നാമത്തേത് എന്താണ്? നന്നായിട്ട് സെല്ല് ചെയ്യാനുള്ള കേപ്പബിലിറ്റി വേണം. പ്രൊമോഷൻ വേറെ, സെയിൽസ് വേറെ. അതായത് നന്നായിട്ട് സംസാരിച്ച് കൺവിൻസ് ചെയ്ത് അവരെ നല്ലൊരു റിലേഷൻഷിപ്പിലൂടെ കൊണ്ടുവരാൻ കഴിയണം. അതേപോലെ തന്നെ നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയണം. ആഫ്റ്റർ സർവീസ് അതിന് നിങ്ങൾക്ക് എന്തായിരിക്കണം? നല്ലൊരു റിലേഷൻഷിപ്പ്, നല്ല ബന്ധം ഉണ്ടാകണം. എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യണം എൻ്റെ ക്ലയൻറ്റുമായിട്ട്, ഇനിയും എൻ്റെ ക്ലയൻറ്റ്സ് ഇവിടേക്ക് വരണം എന്നുള്ള ആഗ്രഹിക്കുന്ന നല്ല അത്തരത്തിലുള്ള ബന്ധത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, ജനങ്ങളെ ശരിക്കും കെയർ ചെയ്യുന്ന ഒരു വ്യക്തി കൂടി ആവണം. ഇത്തരത്തിലുള്ള ക്വാളിറ്റീസ് വേണം. ഇതിനൊക്കെ അപ്പുറത്തേക്കും കുറേ ക്വാളിറ്റീസ് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇതിൽ എനിക്ക് പറയാനുള്ളത് സാറ് പറഞ്ഞ കാര്യത്തിൻ്റെ ഒരു തുടർച്ച തന്നെയാണ്. പ്രോബ്ലം സോൾവിങ് എന്നുള്ളതിനെ തന്നെ സുപ്രീമായിട്ട് എടുത്താൽ ഒരു ബെസ്റ്റ് ഓൺട്രപ്രനർ ആയിട്ട് മാറാൻ പറ്റില്ലേ? Can you repeat that again? പ്രോബ്ലം സോൾവിങ് എന്നുള്ളതിനെ അതിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എലിമെൻ്റ് ആക്കി എടുത്താൽ തന്നെ ആ ഒരു സംരംഭത്തിന്, ഏറ്റവും മികച്ച സംരംഭത്തിലോട്ടുള്ള വഴി തുറക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും പ്രോബ്ലം സോൾവിംഗ് ആണ് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത്. അതെ, അപ്പോൾ ആ പ്രോബ്ലം സോൾവിംഗ് എന്നുള്ളതിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഇപ്പോൾ ചില പ്രോബ്ലംസ് ആളുകൾ ഷെയർ ചെയ്യില്ല. അതെ, അതല്ലെങ്കിൽ മനസ്സിൽ മാത്രം സൂക്ഷിക്കുന്ന ചില പ്രോബ്ലംസ്, അൺടോൾഡ് ആയിട്ടുള്ള പെയിൻസ്. അതെ, ഈ അൺടോൾഡ് ആയിട്ടുള്ള പെയിൻസിൽ നിന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഗെയിൻസിലോട്ട് എങ്ങനെ ഈ സൊല്യൂഷനിലൂടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എത്താം. അതെ, ഈ പെയിനും ഗെയിനും ഹിഡൻ ആണ്, അത് കണ്ടെത്തണം. അപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഒരാൾ ഡ്രൈ വാഷിംഗ് കമ്പനി തുടങ്ങുകയെന്ന് വിചാരിക്കുക. ജസ്റ്റ് നിങ്ങൾ വരൂ, നിങ്ങൾക്ക് സാരി കൊണ്ടുവന്ന് ക്ലീൻ ചെയ്തോളൂ എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചു. സർവീസ് അത്രയേ ഉള്ളൂ. ഇത് ജസ്റ്റ് ഡ്രൈ വാഷ് ചെയ്യപ്പെടും എന്ന് ബോർഡ് വെച്ചിരിക്കാം. ആളുകൾ വരും, കുറച്ച് പേരൊക്കെ വരും, കണ്ടറിഞ്ഞ് വരും. ഇനി ഇതേ സമയത്ത് ഈ ഡ്രൈ വാഷിങ് ആഗ്രഹിക്കുന്ന ഒരു ടീമുണ്ട്. അവരാരാണ്? കൂടുതലും ഫാമിലിയുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടാത്ത സ്ത്രീകളായിരിക്കും. അപ്പൊ ആ സ്ത്രീകൾ അഡ്രസ് ചെയ്തൊരു പരസ്യം, ഡിയർ ബിസി വിമൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ലേ? നിങ്ങൾ ജോലി കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴേക്ക് ആകെ ടയേർഡായി വീട്ടില് വീണ്ടും നിങ്ങൾ ഡ്രസ്സ് എടുത്ത് അലക്കി ക്ഷീണിച്ച് മക്കളുടെ കൂടെ ഇരിക്കാൻ പറ്റുന്നില്ലേ? കംപ്ലീറ്റ് ഇപ്പൊ വേണമെങ്കിൽ ഇപ്പൊ അതിനൊക്കെ പറ്റിയ ടൈം, അത് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണൊക്കെ ഇറങ്ങിയ ടൈമല്ല. വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ
പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാം ഓക്കെ ഞങ്ങളുടെ സർവീസ് ഇതാണ്, ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വരും, വീട്ടിൽ വന്ന് പിക്ക് ചെയ്ത് വൃത്തിയായിട്ട് അലക്കി തേച്ച് മടക്കി നിങ്ങളുടെ വീട്ടിൽ നെക്സ്റ്റ് ഡേ ഡെലിവർ ചെയ്യും, അല്ലെങ്കിൽ വിത്തിൻ 6 hours ഞങ്ങൾ ഡെലിവർ ചെയ്യും. ജസ്റ്റ് 299 rupees for സാരീസ്. ഓക്കെ, ഇങ്ങനെയുള്ളൊരു ഓഫർ കൊടുത്തു കഴിഞ്ഞാൽ ഇതിലും വലിയൊരു എന്താ പറയുക പ്ലാൻ വേറെ എവിടെയും കിട്ടാനില്ല. അപ്പോൾ ഇതൊരു ചെറിയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഇതേപോലെ ചിന്തിക്കുകയാണ്. ഇവിടെ അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ ബേസിക്കലി ആ പെയിൻ അല്ലേ, നമ്മൾ കാണാത്ത ആൾക്കാർ ഷെയർ ചെയ്യാത്ത പെയിനിൽ നിന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള, കാരണം വിത്തിൻ 6 hours ഇത് വാഷ് ചെയ്യാന്ന് മാത്രമല്ല അത് മടക്കി വാഷ് ചെയ്ത് അവരുടെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കും. അത് മാത്രമല്ല ഇത് ഇങ്ങോട്ട് എത്തിക്കുകയും വേണ്ട, അവർ വന്നിട്ട് തന്നെ പിക്ക് ചെയ്യുകയും ചെയ്യും. സോ ഇറ്റ്സ് ലൈക്ക് എന്താ പറയുക, ഇങ്ങനെയുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗെയിനിലേക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഷെയർ ചെയ്യാത്ത അല്ലെങ്കിൽ എന്താ പറയുക ഉള്ളിലൊതുക്കി നിൽക്കുന്ന പെയിനിൽ നിന്ന് അതിലേക്ക് എത്തിക്കാൻ തീർച്ചയായിട്ടും നമുക്ക് പറ്റുകയാണെങ്കിൽ അതിനുള്ള ഒരു ക്വാളിറ്റി ഒരു ബിസിനസ്മാൻ ഉണ്ടാവണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. തീർച്ചയായിട്ടും അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു സംരംഭകനാവണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി കൂടി ഞാൻ ആഡ് ചെയ്യാണ്. യു ഹാവ് ടു ബിക്കം എ വിഷണറി. വലിയൊരു സ്വപ്നം കാണണം, വലിയ രീതിയിൽ സ്വപ്നം കാണണം. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു പ്രൊവൈഡ് ഫോർ ദ എന്താ പറയുക, ഈ ഒരു നാടിന് പ്രൊവൈഡ് ചെയ്യാൻ. നാടിന് ഇവിടെ ബിസിനസ്മാൻമാരാണ് പുരോഗതി കൊണ്ടുവരുന്നത്. ഐ റൈറ്റ്? ബിസിനസ്മാൻമാരാണ് പുരോഗതി. ഇവിടെ ആരൊക്കെയാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്? ആരൊക്കെയാണ് ഇപ്പം ഓരോ പുതിയ പ്രോഡക്റ്റുകൾ പുതിയ സർവീസുകൾ കൊണ്ടുവരുന്നത്? അവരൊരു സംരംഭം തുടങ്ങുന്ന സമയത്ത് ഒരുപാട് പേർക്ക് ജോലി ലഭിക്കുന്നു, അദ്ദേഹത്തിന് ഒരുപാട് ടാക്സുകൾ അടക്കേണ്ട അവസ്ഥയാണ്. അതേപോലെ തന്നെ അദ്ദേഹം ടാക്സ് അടക്കുന്നത് കൊണ്ട് തന്നെ ഇന്ത്യൻ ഇക്കോണമിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കുന്നതുകൊണ്ട്, അതേപോലെ തന്നെ ഒരുപാട് സപ്ലയേഴ്സിന് അവസരം കൊടുക്കുന്നു, ഒരുപാട് ഇൻവെസ്റ്റേഴ്സിന് അവസരം കൊടുക്കുന്നു, അതേപോലെ തന്നെ ഒരുപാട് കസ്റ്റമർ ഈ പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ റീസെല്ലേഴ്സിന് അവസരം കൊടുക്കുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ ഒരു സംരംഭകനെ സഹായിക്കുന്നുണ്ട്. അത് നാടിൻ്റെ മൊത്തം വരുമാനത്തെയും ഈ പറഞ്ഞിരിക്കുന്ന എന്താ പറയുക ജി ഡി പിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിലേക്ക് സംരംഭകൻ വളരുന്നുണ്ട്. അത് മാത്രമല്ല ഹീസ് എ കൾച്ചർ ഷിഫ്റ്റ്. അദ്ദേഹം കൾച്ചർ ഷിഫ്റ്റ് ചെയ്യുന്നു എന്നുള്ളതും മറ്റൊരു കാര്യം കൂടിയാണ്. അപ്പോൾ ആ കൾച്ചർ ഷിഫ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ് ഇവർ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യുന്നതാണ് ഈ ഒരു ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്ത് വളർത്തിക്കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, വലിയൊരു വിഷൻ വേണം. ഒരുപാട് പേർക്ക് ജോലി കൊടുക്കാൻ, ഈ പറഞ്ഞിരിക്കുന്ന നാടിൻ്റെ പുരോഗതിയിലേക്ക് നയിക്കാൻ, നാടിൻ്റെ സാമ്പത്തിക പുരോഗതിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ, അതേപോലെ തന്നെ എന്താ വെച്ചാൽ ഒരുപാട് ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരുപാട് ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന തരത്തിലുള്ള ക്വാളിറ്റിയുള്ളൊരു വ്യക്തിയായിരിക്കണം ഒരു എൻ്റർപ്രനർ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് പോകാം. വാട്ട് വാസ് ദ നെക്സ്റ്റ് ക്വസ്റ്റൻ? ഈ വ്യക്തി തന്നെ സെയിം ക്വസ്റ്റൻ വ്യക്തിയുടെ ഉപഭോക്താവിന്റെ മനസ്സറിയുന്ന രാഷ്ട്രീയക്കാരൻ ബിസിനസ്സിലേക്ക് വന്നാൽ പൂർണ്ണമായും വിജയിക്കില്ലേ? ഓക്കെ, ഇതൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റൻ ആണ്. അതായത് വ്യക്തിയുടെ മനസ്സറിയുന്ന ഒരു രാഷ്ട്രീയക്കാരൻ ബിസിനസ്സിലേക്ക് വന്നാൽ വിജയിക്കില്ലേ? അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനാണോ എന്നുള്ളത് സംശയമുണ്ട്. എനിവേ, അഷർ എന്നാ പേര് പറഞ്ഞത്? അഷർ. ഓക്കെ, സോ ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ളതല്ല, ഏതൊരു സംരംഭകനും ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഉപഭോക്താവിൻ്റെ മനസ്സറിയണം. അപ്പോൾ മനസ്സറിയുന്ന ആര് വന്നു കഴിഞ്ഞാലും തീർച്ചയായിട്ടും വിജയിക്കും. അപ്പോൾ രാഷ്ട്രീയക്കാരൻ വന്നു കഴിഞ്ഞാൽ വിജയിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാരനും വിജയിക്കാം, ആർക്കും വരാം. ഇത്രയേ ഉള്ളൂ. മനസ്സറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം നേരത്തെ പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ കസ്റ്റമേഴ്സിൻ്റെ പെയിൻ അറിയുക, ഓക്കെ, അതിൻ്റെ നീഡ് അറിയുക. അത് തന്നെയാണെന്ന് വെച്ചാൽ ഒരാളുടെ മനസ്സറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബിസിനസ്സിൽ ഒരാളുടെ മനസ്സറിയുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ എന്താണ്, അദ്ദേഹത്തിൻ്റെ പ്രോബ്ലംസ് എന്താണ്, അദ്ദേഹത്തിൻ്റെ വേദനകൾ എന്താണ്, അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ എന്താണ്, അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങൾ എന്താണ്, അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ എന്താണ്, ടേസ്റ്റ് എന്താണ്, ഇതെല്ലാം അറിയാൻ വേണ്ടി ശ്രമിക്കുക. ഒരു കസ്റ്റമറെ നമ്മൾ തീരുമാനിക്കുന്ന സമയത്ത് 2 കാറ്റഗറി സംഭവങ്ങളുണ്ട്. ഒന്നെന്ന് വെച്ചാൽ സൈക്കോഗ്രാഫി, മറ്റൊന്ന് ഡെമോഗ്രാഫി. അദ്ദേഹത്തിൻ്റെ ഏജ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഏജ്, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ലൊക്കേഷൻ, അദ്ദേഹത്തിൻ്റെ ഒക്യുപ്പേഷൻ, അദ്ദേഹത്തിൻ്റെ ഇൻകം, അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ എത്ര പേരുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ന് വെച്ചാൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറേ ഇങ്ങനെയുള്ള ഡാറ്റാസ്, ഇതെല്ലാം നമ്മളെന്ത് വെച്ചാൽ പറയുന്നത് ബേസിക്കലി ഡെമോഗ്രാഫി എന്നുള്ള രീതിയിലാണ്. ഈ ഡാറ്റാസ് നമ്മൾക്ക് അറിയാൻ കഴിയണം. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സൈക്കോഗ്രാഫി അറിയണം. ഈ പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ, അദ്ദേഹത്തിൻ്റെ നീഡ്സ്, അദ്ദേഹത്തിൻ്റെ പെയിന്, അദ്ദേഹത്തിൻ്റെ ലൈക്സ്, ഡിസ്ലൈക്സ്, ടേസ്റ്റുകൾ, പ്രിഫറൻസസ്, അതും ഫേവറേറ്റ് മൂവി, ഫേവറേറ്റ് സോങ്സ്, ഇങ്ങനെയുള്ള കുറേ കാര്യം എത്ര കണ്ട് ഇത് ഇൻഡെപ്തിൽ നമുക്ക് ക്ലയൻസിനെ നമുക്ക് അറിയാൻ പറ്റും. നമുക്കൊരു ഐഡിയൽ കസ്റ്റമർ ഉണ്ടാവും. എല്ലാവരും നമ്മുടെ കസ്റ്റമേഴ്സ് അല്ല, ആണോ? അല്ല. അതിനെപ്പറ്റി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? what do you think? There is an ideal customer for everybody, right? Yes, ideal customer. നേരത്തെ നിങ്ങൾ പറഞ്ഞൊരു എക്സാമ്പിൾ അതാണ്, വീട്ടമ്മമാർ. അപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലാണെങ്കിൽ ഈ കസ്റ്റമർ എല്ലാ സ്ത്രീകളും അല്ലെങ്കിൽ ഇപ്പോൾ പുരുഷന്മാരുണ്ടാവാം, പക്ഷെ ഒരു കസ്റ്റമറെ ടാർഗറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം
ഓക്കെ, ഒരു മേ ബി മാസം ഒരു 20,000 മീതെ വരുമാനമുള്ള, യെസ്, അതാണ് ഡെമോഗ്രാഫി. പ്ലസ് അതിൻ്റെ ഒരു ഏജ് ഗ്രൂപ്പ് മേ ബി ഒരു 20 വയസ്സ് മുതൽ അവരായിരിക്കാം. അപ്പോൾ മേ ബി ഒരു 20 to 40 ഏജ് ഗ്രൂപ്പിലുള്ളവരാണ് കൊടുക്കുന്നത്. അത് സെറ്റ് ചെയ്തു. അതോടൊപ്പം പിന്നെ അവരുടെ ഒരു ഇൻട്രസ്റ്റുകൾ നോക്കുന്നു. ഓക്കെ, കുറച്ച് മൂവി, ഷോപ്പിംഗ് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണ് കുറച്ചും കൂടെ ടൈം വേണ്ടത്, അത് നോക്കുന്നു. പിന്നെ ഫാമിലിയിൽ മക്കളൊക്കെ ഉള്ളവർക്കാണ് തിരക്ക് കൂടുക. മക്കളൊക്കെ 2 മക്കളുള്ള, ഇത്ര വരുമാനമുള്ള, ഈ രൂപത്തിൽ ഇങ്ങനെ ഇങ്ങനെ ഫണൽ ചെയ്ത് ഫിൽട്ടർ ചെയ്ത് കൊണ്ടുവരണം. യെസ്, അങ്ങനെ ഫിൽട്ടർ ചെയ്ത് നിങ്ങൾ കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഐഡിയൽ കസ്റ്റമറിലേക്ക് പോകും. അത് നിങ്ങൾ പലരും ചിന്തിക്കുന്നത് വെച്ചാൽ ഓക്കെ, ഈ ബുക്ക് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഇത് എല്ലാവർക്കും വായിക്കാൻ നിങ്ങൾ പറയുമോ? ഹൂവിൽ ആരാണ് ഇത് വായിക്കേണ്ടത്? ഇതിന്റെ ഒരു ഐഡിയൽ ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ആരാണ് ഇത് വായിക്കേണ്ടത്? പിന്നെ വിനോദം ആഗ്രഹിക്കുന്ന, ഒഴിവ് സമയം ആഗ്രഹിക്കുന്ന, ഇതിന് രണ്ടിനോട് നോ പറയാൻ റെഡി അല്ലാത്ത, എന്നാൽ അതേ സമയം അവരുടേതായിട്ടുള്ള ഗോൾസ് അച്ചീവ് ചെയ്യാൻ അടങ്ങാത്ത ആവേശമുള്ള, സ്വന്തം സ്കിൽ സെറ്റ് ഒന്ന് തേച്ച് മിനുക്കിയിട്ട് മൈക്കലാഞ്ചലോയുടെ ശില്പം പോലെ രൂപപ്പെടുത്തി എടുക്കാൻ താല്പര്യമുള്ള, അതോടൊപ്പം ഓൾറെഡി ഉള്ള ഗ്രോത്ത് മൈൻഡ് സെറ്റ്, ആ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റിനെ കൂടുതൽ ഷാർപ്പ് ചെയ്യാൻ ആഗ്രഹമുള്ള യങ് അഡൽട്ട്സിന്, സിമ്പിൾ ഇംഗ്ലീഷ് മനസ്സിലാവുന്ന യങ് അഡൽട്ട്സ്. സോ ദാറ്റ് മീൻസ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആയിട്ടുള്ള, ഐ മീൻ റൈറ്റ്, അതും അല്ലേ? കാരണം തീർച്ചയായിട്ടും മലയാളത്തിലല്ല ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. ദാറ്റ്സ് വൈ. കാരണം എന്താ വെച്ചാൽ ഇത് ആർക്കും വായിക്കാൻ, ഇപ്പോൾ ഈ പറഞ്ഞിരുന്നത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിയുന്ന കേപ്പബിലിറ്റി ഇംഗ്ലീഷ് റീഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള വളരെ സ്പെസിഫിക് ആണ് ഇദ്ദേഹത്തിന് ഈ പറഞ്ഞിരിക്കുന്ന കാര്യം. അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ക്വസ്റ്റ്യനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും നമ്മൾ അത് ആൻസർ ചെയ്ത് കഴിഞ്ഞു. അതായത് ഏതൊരാൾക്കും മനസ്സറിയുന്ന, അപ്പോൾ അവരെ എങ്ങനെ അറിയാം എന്നുള്ളതാണ് നമ്മളിപ്പം എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഈ പുസ്തകം എന്നുള്ളതിനപ്പുറത്തേക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങൾ, ആക്ടിവിറ്റീസിൽ നിങ്ങൾ ഇൻവോൾവ്ഡ് ആണ്. അതേപോലെ തന്നെ എന്താ വെച്ചാൽ എന്തെല്ലാം ആവശ്യത്തിന് അവർക്ക് നിങ്ങളെ ബന്ധപ്പെടാം. ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആരാണ് നിങ്ങൾ തേടുന്ന ആൾക്കാർ, ആരാണ്, അല്ലെങ്കിൽ ആർക്കൊക്കെ നിങ്ങളെ തേടാം? എന്തെല്ലാം സർവീസുകൾ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിന് പുറമെ? ശ്രോതാക്കളുടെ കാതുകളിൽ വിനോദവും വിജ്ഞാനവുമായിട്ട് വിവിധ വികാരങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുന്ന ഒരു ജോലിയിലാണ് റേഡിയോ, ഓൾ ഇന്ത്യ റേഡിയോ. അപ്പോൾ പിന്നെ അതിൽ പ്രോഗ്രാം അവതരിപ്പിക്കുന്നുണ്ട്. അതിൽ പ്രോഗ്രാമുകൾ പലതും അവതരിപ്പിക്കുന്നുണ്ട്. അതിൽ പിന്നെ ഇപ്പോൾ ജീവിതപാഠം, അഭിമുഖ പരിപാടികൾ, പിന്നെ അങ്ങനെ സമകാലികം, ഇങ്ങനെ ഒരുപാട് പരിപാടികൾ അതിൽ സ്ക്രിപ്റ്റ് ചെയ്തും അല്ലാതെയും ഗസ്റ്റിനെ വിളിച്ചും ഒക്കെ ചെയ്യുന്നുണ്ട്. സോ അതാണ് ഒരു മേഖല. അത് വലിയൊരു പാഷൻ തന്നെയാണ്. കാരണം ഇറ്റ്സ് അബൌട്ട് ഇന്ററാക്ഷൻ, ഇറ്റ്സ് അബൌട്ട് ഗ്രോയിങ്. അതോടൊപ്പം വളർച്ച ആഗ്രഹിക്കുന്ന, പേഴ്സണൽ ഗ്രോത്ത് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിനാവാം, പ്രൊഫഷണൽസ് ഓർ ഓൺട്രപ്രനേഴ്സ്, ഈ ഒരു ടീമിന് പേഴ്സണൽ ഗ്രോത്ത് അവർക്കും അവരുടെ ടീമിനും എങ്ങനെ അവരുടെ ഫ്രീ ടൈം ഒന്നും കളയാതെ, അവരുടെ എൻജോയ്മെന്റ്സ് കളയാതെ എങ്ങനെ ബെസ്റ്റ് വേർഷനിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാം, ഈ കാര്യത്തിൽ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ട്രെയിനിങ് പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ യൂഡമി എന്നുള്ള പ്ലാറ്റ്ഫോം അറിയില്ലേ? അപ്പോൾ യൂഡമി പ്ലാറ്റ്ഫോമിൽ പിന്നെ ഞാൻ ഇപ്പോൾ ഒരു ഫ്രീ ആയിട്ട് ഒരു കോഴ്സ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സ്പ്രെഡ് ഔട്ട്വേർഡ് എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കോഴ്സ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു അതിപ്പോൾ ഈ പറഞ്ഞ 119ഓളം രാജ്യങ്ങളിൽ നിന്ന് സ്റ്റുഡൻസ് അതിലുണ്ട് അല്ലേ? 119 രാജ്യങ്ങളിൽ നിന്ന് 3500-ലേറെ സ്റ്റുഡൻസ് ഡെയിലി. എനിക്ക് ആവറേജ് അതിലോട്ട് 2-3 എൻറോൾമെന്റ്സ് പുതുതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ അത് ആക്ച്വലി ആ കോഴ്സ് അഡ്രസ് ചെയ്യുന്നത് ആക്ച്വലി സ്റ്റുഡൻസിനെയാണ്, സ്കൂൾ ആൻഡ് കോളേജ് സ്റ്റുഡൻസ്. അവർക്ക് എങ്ങനെ പഠനത്തിൽ എക്സൽ ചെയ്യാം എന്നുള്ളതാണ് ആ ഒരു കോഴ്സിന്റെ ഒരു സംഭവം. അപ്പോൾ ഇങ്ങനെ ഓൺലൈൻ കോഴ്സുകൾ പിന്നെ പ്രൊവൈഡ് ചെയ്യുന്നു. അതോടൊപ്പം ഇത് താല്പര്യമുള്ളവർക്ക്, ഇങ്ങനെ ഓൺലൈൻ കോഴ്സുകൾ ചെയ്യാനും ഇതൊക്കെ താല്പര്യമുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. എങ്ങനെ ഈ പാത്തിലോട്ട് എത്താം എന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പ്ലസ് ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, ഇപ്പോൾ അതെ ഞാനത് ചോദിക്കണം എന്ന് വിചാരിച്ചൊരു ക്വസ്റ്റൻ ആണെന്ന് വെച്ചാൽ, അതായത് ഇദ്ദേഹം ഈ ഒരു ബുക്ക് ഇവിടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ ബുക്ക് പബ്ലിഷ് ചെയ്തതുപോലെ വേണമെങ്കിൽ എങ്ങനെയാണ് ഇതേപോലെ ഒരു ബുക്ക് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എഴുതി പബ്ലിഷ് ചെയ്ത് ആമസോണിൽ എത്തിക്കാം? അതേപോലെ തന്നെ എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് 1-2 കാര്യങ്ങൾ വേണമെങ്കിൽ ഇപ്പോൾ പറഞ്ഞു കൊടുക്കാം. ഹൗ യു ഹാവ് റിട്ടൺ ദിസ്? അതെ, ഞാൻ അതിനെക്കുറിച്ചായിരുന്നു പറഞ്ഞു. അതായത് ഇപ്പോൾ ഒരു ബുക്ക് എഴുതാനുള്ള പലർക്കും ആഗ്രഹം ഉണ്ടാവും അല്ലേ? ഒരുപാട് ആളുകളുടെ ഡ്രീം ആയിരിക്കും ബുക്ക് എഴുതണം, പബ്ലിഷ് ചെയ്യണം, ബെസ്റ്റ് സെല്ലർ ആവണം എന്നുള്ളത്. അങ്ങനെ ആഗ്രഹമുള്ളവരെയും ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറയുമോ എന്താണെന്ന് വെച്ചാൽ,
പലപ്പോഴും നമ്മൾ വിചാരിക്കും ഒരുപാട് പൈസ വേണം ബുക്ക് പബ്ലിഷ് ചെയ്യണമെങ്കിൽ, അതല്ലെങ്കിൽ ഒരുപാട് സമയം വേണം, നമുക്കൊന്നും പറഞ്ഞതല്ല എന്നായിരിക്കും. അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു പേഴ്സണൽ ഡെവലപ്മെന്റ് എന്നുള്ള ടോപ്പിക് അല്ലെങ്കിൽ ആ ഒരു നിഷ്യയിലുള്ള ബുക്ക് എഴുതുന്നവർ വിചാരിക്കും എത്ര പേരുണ്ട്, ബ്രയാൻ ട്രേസിക്ക് ബുക്ക് ഉണ്ട്, ലെസ് ബ്രൗണിനുണ്ട്, മാക്സ്വെല്ലിനുണ്ട്, പിന്നെ ഞാൻ എഴുതിയിട്ട് എന്ത്? നോ, ഓരോരുത്തർക്കും ഒരു സ്റ്റോറി പറയാനുണ്ട്, അവനവൻ്റെതായിട്ടുള്ള ഒരു വേർഷൻ പറയാനുണ്ട്, അത് കേൾക്കാൻ ആളുകളുണ്ട്. അപ്പോൾ ഞാൻ ഈ ബുക്കിന്റെ ഒരു പാത്ത് ഞാൻ ഷെയർ ചെയ്യാം. ഇത് ആ പാത്ത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന പാത്താണ്. ആർക്കും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് നമ്പർ 1 ബെസ്റ്റ് സെല്ലറിലോട്ട് എത്താൻ പറ്റിയ പാത്താണ്. ഞാൻ ആദ്യം ചെയ്തത് ഞാൻ പറഞ്ഞു, ജസ്റ്റ് കൊട്ടേഷൻസ് ആയിട്ട് തുടങ്ങി. കൊട്ടേഷൻസ് വെറുതെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചു. പിന്നെ തുടക്കത്തിൽ തന്നെ അക്കൗണ്ടബിലിറ്റി പാർട്ട്ണറെ സെറ്റ് ചെയ്തു. കാരണം അല്ലെങ്കിൽ എന്താന്ന് പറയാ, ചിലപ്പോൾ മടി പിടിക്കും. മനുഷ്യനല്ലേ, എപ്പോഴും നമ്മൾ ഒരേ എനർജിയിൽ നിൽക്കൂല. മടി പിടിക്കുമ്പോ ഒന്ന് ഏത് മോട്ടിവേറ്റർ ആണെങ്കിലും ഇത് സത്യമാണ്, സത്യമാണ്. അത് വേണം, ഒന്ന് കൊട്ടി മുനിറ ഉറങ്ങല്ലേ എന്ന് പറയാൻ ഒരാള് വേണം. ചില രഹസ്യങ്ങൾ വിളിച്ചു പറയുകയാണ്. അതെ അതെ. അപ്പൊ അങ്ങനെ സെറ്റ് ചെയ്തിട്ട് പിന്നെ ചെയ്തത് ഇത് യുണീക്ക് ആക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ടായി. തിയറീസ് പറയുകയാണെങ്കിൽ യുണീക്ക് ആവില്ല, ബിക്കോസ് പല തിയറീസ് നമ്മൾ പലയിടന്നായിട്ട് എടുത്ത് അങ്ങനെ ചെയ്യേണ്ടി വരും. സോ യുണീക്ക് ആക്കാനായിട്ട് പേഴ്സണൽ എക്സ്പീരിയൻസ്, ഇത് അവനവന് ഇപ്പോൾ ഒരാൾക്ക് പബ്ലിഷ് ചെയ്യാനുള്ള കഥയാണെങ്കിൽ കഥ അങ്ങനെ ചെയ്യാം, നോവലാണെങ്കിൽ നോവൽ എഴുതിയിട്ട് ചെയ്യാം. ഇപ്പോൾ ഇങ്ങനെ ജനറൽ ടോപ്പിക്കിൽ എഴുതുമ്പോൾ ഇപ്പോൾ പേഴ്സണൽ ഡെവലപ്മെന്റിലൊക്കെ യുണീക്ക് ആക്കാനായിട്ട് ചെയ്തത് നമ്മുടെ സ്വന്തം അനുഭവങ്ങൾ, ചിന്തകൾ, നമ്മൾ കണ്ട ആളുകൾ, ഇവരെ കുറിച്ച് എഴുതി. എന്നിട്ട് പിന്നെ ചെയ്തൊരു കാര്യം, ഇതിന്റെ കവർ ഡിസൈൻ ചെയ്തു എന്ന് പറഞ്ഞാൽ, കവർ ഡിസൈൻ ചെയ്യുന്നത് അതുപോലെ എഡിറ്റിങ്, ഇതിനൊക്കെ സർവീസുകൾ ഓൺലൈനായിട്ട് നമുക്ക് ലഭ്യമാണ്. fiverr.com നമ്മൾ ഒരു എന്താ പറയുക വർക്ക് ഫ്രീലാൻസ് നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ഞാൻ ഈ വെബ്സൈറ്റ് നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഈ ബുക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ കവർ ഡിസൈൻ ചെയ്യാൻ ഞാൻ ആദ്യം മൊറോക്കോയിലുള്ളൊരു ഫ്രീലാൻസറെ കൊണ്ട് അത് ചെയ്യിച്ചു. പിന്നെ 3D ഡിസൈൻ, ബുക്കിന്റെ 3D പല രൂപത്തിലുള്ളത് പാകിസ്ഥാനിലൊരു ഫ്രീലാൻസർ ചെയ്തു. അപ്പോൾ ഇത് ഈ fiverr.com ഇതെല്ലാം ചെയ്യാൻ വേറെ ഒരുപാട് സർവീസുകളുണ്ട്. പിന്നെ ഉള്ളത് ഈ ബുക്ക് നമ്മൾ ആമസോണിൽ പബ്ലിഷ് ചെയ്യാന്ന് പറഞ്ഞാൽ പലരും വിചാരിക്കും അയ്യോ അതൊക്കെ പോസിബിൾ ആണോ, ഭയങ്കര സംഭവമല്ലേ. ആമസോൺ ബിഗ് കമ്പനി. It is simple. It's a secret. Simple ആണ്, പക്ഷേ ഈ സീക്രട്ട് നമ്മൾ റിവീൽ ചെയ്യാൻ പോവുകയാണ്. ആർക്കും ആമസോണിൽ ബുക്ക് പബ്ലിഷ് ചെയ്യാം. അപ്പോൾ അതിന് ISBN നമ്പറോ കാര്യങ്ങളോ അങ്ങനെയൊന്നും റിക്വയർമെന്റ്? അതെ അതൊക്കെ കിട്ടും. ഇതിനുള്ളൊരു ഏറ്റവും വലിയ രഹസ്യം, ആർക്കും അറിയാത്തൊരു രഹസ്യം, ഇതിന്റെ മിനിമം എക്സ്പെൻസ് എന്ന് പറയുന്നത് 0 ആണ്. മിനിമം എക്സ്പെൻസ്, ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യേണ്ട മിനിമം എക്സ്പെൻസ് 0. പക്ഷെ 0ക്ക് നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ അറിയണം. പക്ഷെ ഞാനത് സജസ്റ്റ് ചെയ്യുന്നില്ല, പക്ഷെ വേണമെങ്കിൽ 0 വെച്ച് ചെയ്യാം. 0 വെച്ച് ചെയ്യുകയാണെങ്കിൽ ആമസോണിൽ kdp.amazon.com ഈ സൈറ്റ് ഒന്ന് സന്ദർശിക്കുക. ഒന്നുകൂടെ പറയാം, kdp.amazon, അവരോട് പറയാം. അതെ, kdp.amazon.com. ഈ സൈറ്റ് കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് ചോദിക്കും. ഈ യൂസർ നെയിം പാസ്വേഡ് ആക്ച്വലി നമ്മൾ ഓൾറെഡി ആമസോണിൽ നമുക്ക് അക്കൗണ്ട് ഉണ്ടാവുമല്ലോ, ആ അക്കൗണ്ടിന്റെ തന്നെ യൂസർ നെയിം പാസ്വേഡ് വെച്ചിട്ട് ഇതിൽ രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ അതായി കഴിഞ്ഞു. ഇനി ഇത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ നമുക്ക് ബുക്ക് ആഡ് ചെയ്യാം. ബുക്ക് ആഡ് ചെയ്യാൻ അതിൻ്റെ കവറ് ഡിസൈൻ ചെയ്ത് വെക്കണം. പ്ലസ് വേണ്ടത് അതിൻ്റെ ഇൻറ്റീരിയർ ഫയൽ ഫുള്ള് റെഡി ആക്കിയിട്ട് അതും അപ്ലോഡ് ചെയ്യണം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു നോർമലി വിത്തിൻ 3-4 ഡേയ്സ് അവർ അപ്രൂവ് ചെയ്യും. അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം അതിൻ്റെ കിൻഡിൽ ബുക്ക് റിലീസാവും. ഇതിന്റെ പേപ്പർ ബാക്ക് വേർഷനാണ് അടുത്ത പ്രശ്നം അല്ലേ. ഇതുപോലെ ഹാർഡ് കോപ്പി ആയിട്ട് വരണ്ടേ. ഹാർഡ് കോപ്പി ആയിട്ട് വരണമെങ്കിൽ അതും ഫ്രീ ആയിട്ട് ചെയ്യും ആമസോൺ, കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ചെയ്യും. മാത്രമല്ല ഇതിന്റെയൊക്കെ റോയൽറ്റി 70% നമുക്ക് ഓതർക്കാണ്. നോർമലി ഞാനൊരു ബുക്ക് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ആദ്യത്തെ ബുക്ക്, അതായത് വിജയത്തിലേക്കുള്ള 45 പടവുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക് ഞാൻ ആദ്യം എഴുതുമ്പോൾ ഞാൻ ഇവിടുത്തെ കേരളത്തിലെ പബ്ലിഷേഴ്സിനെ സമീപിച്ചത്, നിങ്ങൾ സമീപിച്ചതെന്നറിയില്ല. പലപ്പോഴും പല ആൾക്കാരും എന്ന് വെച്ചാൽ വെറും റോയൽറ്റി ആയിട്ട് 12% എന്ന് വെച്ചാൽ പ്രൊവൈഡ് ചെയ്യാന്ന് പറയുക. ബാക്കി ഈ പറഞ്ഞിരിക്കുന്ന 88% പബ്ലിഷേഴ്സിന് പോകണം എന്നുള്ളൊരു റിയാലിറ്റി വലിയാണ്. അവിടെയാണ് ആമസോൺ ഇങ്ങനെ ചെയ്യുന്നത്. ഇറ്റ്സ് അമേസിങ്. 70% നമുക്കാണ്. ഓക്കെ, 70% കിട്ടുന്നു. അപ്പോൾ ഇതിലെന്താണെന്ന് അറിയാം, നമ്മൾ പിന്നെ കിൻഡിൽ വേർഷനാണ് ഈ ബുക്ക്. ഈ കിൻഡിൽ വേർഷൻ നിർബന്ധമായിട്ടും ചെയ്യണം, കാരണം ഇതിന് ഒരുപാട് റീച്ച് കിട്ടും. ഇപ്പൊ ഗ്ലോബലി ഈ പേപ്പർ ബാക്ക് ബുക്കുകൾ ഔട്ടാവാൻ പോകുന്നു. നാളത്തെ ടെക്നോളജി കിൻഡിൽ ബുക്കുകളാണ്. അപ്പോൾ അത്രയേറെ ബുക്കുകളിൽ വായിക്കപ്പെടുന്നുണ്ട്.
അപ്പോൾ ഈ കിൻഡിൽ വേർഷൻ അപ്ലോഡ് ചെയ്തത് കൊണ്ടും കൂടെയാണ് എൻ്റെത് നമ്പർ 1 ബെസ്റ്റ് സെല്ലർ ആയത്. അപ്പോൾ ഇത് നമുക്ക് ചെയ്യാൻ വേണ്ടത് ഇത്രേ ഉള്ളൂ. കവർ ഡിസൈൻ ചെയ്യുന്നു, ബുക്കിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ തയ്യാറാക്കുന്നു, ഓതർ ബയോ തയ്യാറാക്കുന്നു, ഇത് 3 അപ്ലോഡ് ചെയ്യുന്നു. ഇത് 3 മാത്രം ചെയ്താൽ തന്നെ ബുക്ക് പ്രീ ഓർഡറിന് ലിസ്റ്റ് ചെയ്യാം. പ്രീ ഓർഡറിന് വെച്ച ബുക്ക് നമ്മൾ എഴുതണ്ട. എഴുതുന്നതിന് മുമ്പ് ഞാൻ ഇന്ന ഡേറ്റിൽ പബ്ലിഷ് ചെയ്യും, നിങ്ങൾ പൈസ അടക്കുമെന്ന് പറഞ്ഞ് പൈസ ആമസോൺ വാങ്ങി വെക്കും. ബുക്ക് റിലീസ് ആകുമ്പോൾ അവർക്ക് കിൻഡിൽ ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ഈ റിസ്ക് എടുത്തു കേട്ടോ, പ്രീ ഓർഡർ ഇട്ടു. നിർബന്ധമാണല്ലോ. കാരണം ഞാൻ ഇട്ടത് എന്തിനാ വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, നമുക്ക് തന്നെ ഇടക്കൊരു നുള്ളു കിട്ടല ആവശ്യം. അപ്പോൾ ഞാനൊരു ഡേറ്റ് അങ്ങ് സെറ്റ് ചെയ്തു. ഈ ഡേറ്റിന് ഞാൻ ബുക്ക് റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആമസോണിനോട് പറഞ്ഞു. ആമസോൺ അത് സൈറ്റിൽ ലിസ്റ്റ് ചെയ്തു. പോരാത്തതിന് ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഇട്ടു, ഇന്ന ഡേറ്റിന് ബുക്ക് റിലീസാകും. പെട്ടില്ലേ. എന്നിട്ട് എന്താ ചോദിച്ചാൽ അപ്പോൾ കഷ്ടപ്പെട്ട് പണിയെടുത്തു. എങ്ങനെ എടുത്തിട്ട് പിന്നെ ആമസോൺ ഒരു റിലാക്സേഷൻ തരുന്നുണ്ട്. ആമസോണിന് അറിയാം കുറച്ച് നമ്മളിങ്ങനെ ആവേശത്തിൽ ഇന്ന ഡേറ്റിന് വരുന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അബദ്ധം പറ്റുമെന്ന്. അപ്പോൾ 1 മാസം വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഫൈനൊന്നും ഇല്ലാതെ 1 മാസം വരെ എക്സ്റ്റെൻഡ് ചെയ്യാം, ഫ്രീ ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. ഞാൻ 10 days എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വന്നു. 10 days. പക്ഷേ ഈ പ്രീ ഓർഡർ ഇട്ടത് കൊണ്ട് ഭയങ്കര ഒരു 80% വർക്ക് തീർന്നു അല്ലേ? 90% വർക്ക് തീർന്നു. അതെന്താന്ന് വെച്ചാൽ പ്രീ ഓർഡർ ഇട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് 3 ബുക്കിംഗ് അങ്ങ് വന്നു. അപ്പൊ നോക്കുമ്പോൾ മാത്രം ഇന്ത്യ അല്ല, ആവേശം കൂടാനുള്ള ഒരു കാരണം ഒന്ന് ഇന്ത്യ, ഒന്ന് ജപ്പാൻ, ഒന്ന് US. പടച്ചോനെ ആരൊക്കെ ബുക്ക് ചെയ്യുന്നത് കണ്ടിട്ട് നമ്മളെ റെസ്പോൺസിബിലിറ്റി കൂടിയില്ലേ, പറഞ്ഞ ഡേറ്റിന് ബുക്ക് കൊടുക്കണ്ടേ. അപ്പൊ ഈ 3 ബുക്കിംഗ് കൂടെ വന്നതോടെ സ്പീഡ് കൂടി. അപ്പൊ എന്താ ഞാൻ പറയുക, പ്രീ ഓർഡർ സെറ്റ് ചെയ്യാം. ഇത് നിർബന്ധമല്ല. പ്രീ ഓർഡർ സെറ്റ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പറഞ്ഞ ഡേറ്റിന്റെ 1 മാസം കഴിഞ്ഞിട്ടെങ്കിലും കൊടുത്തില്ലെങ്കിൽ പിന്നെ കുറച്ച് ചെറിയ ശിക്ഷാ നടപടികളൊക്കെ ഉണ്ടാവും ആമസോണിൽ. കാരണം ആമസോൺ പൈസ വാങ്ങി വെക്കല്ലേ, ചില്ലറ ബുക്കുമായി ബന്ധപ്പെട്ട ചില്ലറ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ഒന്ന് ഉറപ്പായിട്ട് ചെയ്യണം, ചാടിക്കറി ചെയ്യല്ല. ഇനി രണ്ടാമത്തെ കാര്യം ഇതിന്റെ പേപ്പർ ബാക്ക് അല്ലേ. പേപ്പർ ബാക്ക് ചെയ്യാൻ ഇതിന്റെ ഇന്റീരിയർ ഇങ്ങനെ ചെയ്യുന്ന പ്രൊഫഷണൽ ആയിട്ട് തന്നെ ചെയ്യണം, അത് നിർബന്ധമാണ്. അപ്പോൾ ഈ പ്രൊഫഷണലായിട്ട് ചെയ്യാനും നമുക്ക് fiverr.com സഹായം തേടണം. fiverr.com ചെയ്യാൻ കുറഞ്ഞ ഡോളറുകൾക്ക് ചെയ്ത് കിട്ടും. അങ്ങനെ നമുക്ക് PDF റെഡി ആണെങ്കിൽ മറ്റൊരു ഏജൻസിയും വേണ്ട, KDP ഓപ്പൺ ചെയ്യുക, KDPക്ക് അകത്ത് പേപ്പർ ബാക്ക് അപ്ലോഡ് ചെയ്യുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർ വീണ്ടും ഒരു 3-4 days അവർ അത് വെരിഫൈ ചെയ്യാനെടുക്കും. വെരിഫൈ ചെയ്ത് സെറ്റായി കഴിഞ്ഞാൽ ബുക്ക് റെഡി. ആ ബുക്ക് വേൾഡ് വൈഡ് അവൈലബിൾ ആയി കഴിഞ്ഞു. പിന്നെ ഇതിന്റെ ഒരു ചെറിയൊരു പ്രശ്നം, ഇതിന്റെ പ്രിന്റിങ് ഇന്ത്യയിലില്ല. ആമസോൺ ബുക്ക് ഇന്ത്യയിൽ പ്രിന്റ് ചെയ്യുന്നില്ല. ആമസോൺ ചെയ്യുന്നത് US, UK, ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ്, ഇങ്ങനെ കുറച്ച് രാഷ്ട്രങ്ങളിലാണ് പ്രിന്റിങ് ഉള്ളത്. അപ്പോൾ ഇന്ത്യയിൽ നിന്നൊക്കെ ഒരാൾ ഓർഡർ ചെയ്താൽ US വേണം ഷിപ്പ് ചെയ്ത് വരാൻ. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ അതിന്റെ പ്രൈസ് കൂടും. കാരണം ടാക്സ് കാര്യങ്ങൾ ആൾക്കാർക്ക് താങ്ങാൻ പറ്റാത്തൊരു പ്രൈസ് വരും പലപ്പോഴും. അപ്പോൾ അതൊഴിവാക്കാനായിട്ട് നമുക്ക് ഇന്ത്യയിൽ പബ്ലിഷ് ചെയ്യാം. ഇന്ത്യയിൽ തന്നെ വേറൊരു തേർഡ് പാർട്ടി ആയിട്ടോ സ്വന്തമായിട്ടോ ഇന്ത്യയിൽ പേപ്പർ ബാഗ് പബ്ലിഷ് ചെയ്യാം. അതിന്റെ ചെലവും സീറോ ആണ്. ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം. അതായത് യു ക്യാൻ ഷെയർ ദ ബെനിഫിറ്റ്. ഷെയറിംഗ് ദ ബെനിഫിറ്റ് എന്നുള്ള രൂപത്തിലാവുമ്പോൾ അതിനിപ്പോൾ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്, notionpress.com. NOTIONPRESS notionpress.com. അപ്പോൾ ഈ വെബ്സൈറ്റ് അതിൽ കയറി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് അക്കൗണ്ട് രജിസ്റ്റർ ചെയ്തിട്ട് ബുക്ക് അപ്ലോഡ് ചെയ്യാം. കംപ്ലീറ്റ് സംഭവങ്ങൾ റെഡി ആണെങ്കിൽ അതിൽ 0 ആണ് അതിനുള്ള ചെലവ്. റവന്യൂ ഷെയർ 70-30, 70 നമുക്ക് 30 അവർക്ക് ലാഭത്തിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് കഴിച്ചിട്ട് ബാക്കി. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ നോർമലി നമ്മളിപ്പോൾ ഒരു പബ്ലിഷറുടെ കയ്യിൽ ബുക്ക് കൊടുത്താൽ അതിന്റെ മീതെ നമുക്ക് ഒരു അവകാശം ഉണ്ടാവില്ലല്ലോ. ആ ബുക്കിന്ന് ഒരു പേജ് പോലും നമുക്ക് സ്വന്തമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടാൻ പറ്റില്ല നോർമലി. പക്ഷെ ആമസോൺ വഴി പബ്ലിഷ് ചെയ്താൽ ബുക്കിന്റെ 100% കോപ്പിറൈറ്റ് നമുക്കാണ്. ഇത് എത്ര പേരെ കൊണ്ട് വേണമെങ്കിൽ നമുക്ക് പബ്ലിഷ് ചെയ്യാം, ഏത് രൂപത്തിലും നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, ആരും ചോദിക്കില്ല. ആമസോൺ വഴി ചെയ്യുന്നതിന്റെ റവന്യൂ നമുക്ക് കിട്ടും, അത് ആമസോൺ തരും, ബാക്കിയുള്ള നമുക്ക് ചെയ്യാം. അപ്പൊ ഇത് വേറെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ ഒരു ഏജൻസിക്കും കൊടുക്കുന്നില്ല എന്ന് വിചാരിക്കും. ഇപ്പോൾ notionpress-നൊന്നും കൊടുക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് PDF റെഡി, കവർ റെഡി, ലോക്കലായിട്ട് പ്രിന്റ് ചെയ്യാം, ആമസോണിൽ സെല്ലറായിട്ട് ലിസ്റ്റ് ചെയ്യാം, സെല് ചെയ്യാം. ഈസി.
ഓൾ റൈറ്റ്. ഇത് മലയാളം ബുക്കാണെങ്കിലും ചെയ്യാം, ഏത് ഭാഷയിലാണെങ്കിലും ചെയ്യാം. ഓൾ റൈറ്റ്. സോ ദീസ് ആർ ദ എൻറ്റയർ തിങ്. ഈ ബുക്കിൻ്റെ എന്താ പറയുക, ഈ ബുക്ക് എഴുതിയതിൻ്റെ സ്റ്റോറി പറഞ്ഞു, അതിന് എഴുതാനുള്ള കാരണത്തെ പറ്റി പറഞ്ഞു, എങ്ങനെ എഴുതി എന്നുള്ളത് പറഞ്ഞു, അത് എങ്ങനെ പബ്ലിഷ് ചെയ്തു എന്നുള്ളത് കൂടി പറഞ്ഞു, ഇതെങ്ങനെ ബെസ്റ്റ് സെല്ലറിലേക്ക് ഈ പറഞ്ഞിരിക്കുന്ന എന്താ പറയുക ഇതിലേക്ക് എത്തിയിട്ടുള്ള കംപ്ലീറ്റ് ജേർണി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതേപോലെ തന്നെ ഈ ബുക്കിൽ എന്തൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതെല്ലാം നമ്മളിവിടെ ഷെയർ ചെയ്ത് കഴിഞ്ഞു. എനിവേ വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു സെഷനാണ് ഇന്നത്തെ സെഷൻ ഞാൻ വിചാരിക്കുന്നു. നമുക്കൊരു ഫൈനൽ ക്വസ്റ്റ്യൻ കൂടി ഉണ്ടോ? ഇസ് ദർ എനി ഫൈനൽ ക്വസ്റ്റ്യൻ? ഓക്കെ, വൺ മോർ ക്വസ്റ്റ്യൻ നമുക്ക് എടുത്തിട്ട് അങ്ങോട്ട് ഫൈനൽ ചെയ്യാം. ഓക്കെ, റസിൽ ചോദിക്കുന്ന ചോദ്യമാണ്, ഒരു പ്രൊഡക്റ്റ് പ്രൈസ് ഏറ്റവും റീസണബിൾ ആയി എങ്ങനെ ഇടാൻ പറ്റും? കസ്റ്റമർ നിങ്ങളുടെ റേറ്റ് കൂടുതലാണെന്ന് പറയുമ്പോൾ എങ്ങനെ പ്രതിരോധിക്കാം? ഒരു റഫ് കസ്റ്റമറിനെ സൈക്കോളജിക്കലായി എങ്ങനെ ഹാൻഡിൽ ചെയ്യാം? ഓക്കെ, ഇതിൽ ഒരു കാര്യം വെച്ചാൽ പ്രൊഡക്റ്റിൻ്റെ പ്രൈസിങ് എങ്ങനെ ഇടാം എന്നുള്ളതല്ലേ പറഞ്ഞത്. ഓക്കെ, സോ ഈ പറഞ്ഞിരിക്കുന്ന ഇത്രയും ക്വസ്റ്റ്യൻസ് 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന്, പ്രോഡക്റ്റിൻ്റെ പ്രൈസിങ് എങ്ങനെ ഇടാം. അതേപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെച്ചാൽ ഒരു റോങ് ആയിട്ടുള്ള കസ്റ്റമറെ അല്ലെങ്കിൽ എന്താ പറയുക റഫ് ആയിട്ടുള്ള കസ്റ്റമറെ എങ്ങനെ ഡീൽ ചെയ്യാം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഈ ക്വസ്റ്റ്യൻസിനെല്ലാം നമ്മൾ അടുത്ത എപ്പിസോഡിൽ ആൻസർ ചെയ്യുന്നതാണ്. ഈ ഒരു സർപ്രൈസ് കൂടെ ഞാൻ പറഞ്ഞുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും അടുത്ത എപ്പിസോഡ് മറക്കാതെ കാണണം. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു ഗസ്റ്റുമായിട്ട് ഈ ക്വസ്റ്റ്യനുമായിട്ട് നമ്മൾ ആരംഭിക്കും. യെസ്. സോ അത് വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകുന്നതാണ്. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് വന്നു, അദ്ദേഹത്തിൻ്റെ എൻറ്റയർ സ്റ്റോറി ഇവിടെ ഷെയർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ മറക്കരുത്, ഈ പറഞ്ഞിരിക്കുന്ന ആമസോൺ ബെസ്റ്റ് സെല്ലർ കാറ്റഗറിയിൽ വന്നിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ബുക്ക് ദ ഗ്രോത്ത് ഹാക്കർ 99 ഫാക്ട്സ് അബൌട്ട് പേഴ്സണൽ ഗ്രോത്ത് ദാറ്റ് വിൽ മേക്ക് യു തിങ്ക് ട്വൈസ് എന്ന് പറഞ്ഞിട്ടുള്ള മുനീർ ആമയൂർ എന്ന് പറയുന്ന ഓഥർ എഴുതിയിട്ടുള്ള ഈ പുസ്തകം, ഇദ്ദേഹം എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ്. ഇദ്ദേഹം ഒരു ട്രെയിനറാണ്. ഇദ്ദേഹം ഒരു ഹോബി എന്നുള്ള നിലയ്ക്ക് ഒരു ഹിപ്നോട്ടിസ്റ്റാണ്, അതേപോലെ തന്നെ മെൻ്റലിസ്റ്റാണ്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഓൾ ഇന്ത്യ റേഡിയോ മഞ്ചേരി FM-ലെ ഈ പറഞ്ഞിരിക്കുന്ന പ്രോഗ്രാം ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ടെക്നിക്കൽ ടേം ആയതുകൊണ്ട് ഐ എം ജസ്റ്റ് സ്ട്രഗ്ലിംഗ് ദർ. എനിവേ, ഇത്രയും നേരം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻസൈറ്റ്സ് ഷെയർ ചെയ്തിട്ടുള്ള ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഷാഫി ഇൻസ്പേഴ്സിൻ്റെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള അവസരങ്ങൾ, അതേപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസുകളുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ്, ഇതിൻ്റെ ബിഹൈൻഡ് ദ സീൻസും മറ്റുള്ള കാര്യങ്ങളും നമ്മുടെ ടീമിൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഷാഫി ഇൻസ്പേഴ്സിൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യാവുന്നതാണ്. എനിവേ, ഇത്രയും നേരം ഞങ്ങളുടെ സമയം ചെലവഴിച്ചതിന് താങ്ക് യു സോ മച്ച് മുനീർ. വളരെയധികം സന്തോഷം ഇവിടെ വന്നതിൽ. പിന്നെ എനിക്ക് ഏറ്റവും ഇതിൽ ഇഷ്ടപ്പെടാതെ പോയൊരു കാര്യമുണ്ടെന്ന് വെച്ചാൽ എന്നെ സാർ എന്ന് വിളിച്ചത്. അത് പിന്നെ ഞാൻ എന്ത് ചെയ്തില്ല എന്ന് വെച്ചാൽ തടസ്സപ്പെടുത്തിയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എനിവേ, എന്തായാലും വളരെയധികം സന്തോഷം. അതൊരു പ്രൊഫഷണൽ എന്താ പറയുക ഒരു ഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ട് അതങ്ങ് വിട്ടുകളയാം. അതിനൊക്കെ അപ്പുറത്തേക്ക് വളരെ നല്ല സൗഹൃദം കീപ്പ് ചെയ്തതിന് എന്നും നമ്മുടെ ഷാഫി ഇൻസ്പേഴ്സിൻ്റെ പല പ്രോഗ്രാമുകളിലും പല പ്ലാറ്റ്ഫോമുകളിലും സംസാരിച്ചിട്ടുള്ള വ്യക്തിയാണ്. നമ്മുടെ നാട്ടുകാരനാണ്. നമ്മുടെ എത്ര ദൂരമുള്ളൂ നമ്മൾ ഈ ഒരു ഓഫീസും ഇതും തമ്മിൽ, നിങ്ങളുടെ വീടും തമ്മിൽ 6-7 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ള നമ്മുടെ തന്നെ നാട്ടുകാരനായിട്ടുള്ള ഇദ്ദേഹം ഇങ്ങനൊരു ബുക്ക് എഴുതിയതിൽ വളരെയധികം സന്തോഷം. സോ കൺഗ്രാറ്റുലേഷൻ ഓൺ ദ പബ്ലിഷിംഗ് ദ ബുക്ക് ഓൺ യുവർ ഡെഡ് ലൈൻ. എന്തായാലും വളരെയധികം സന്തോഷം. വൻ വിജയമാകട്ടെ, ഒരുപാട് പേര് വായിക്കട്ടെ. നമ്മുടെ ടീം മെമ്പേഴ്സായിട്ട് നമ്മുടെ ഫോളോ ചെയ്യുന്ന എല്ലാവരും എന്ത് ചെയ്യുക, ഇതൊന്ന് വായിക്കുക. ഇതിൻ്റെ ലിങ്ക് നമ്മൾ എന്ത് ചെയ്യുക, വീഡിയോക്ക് താഴെ കൊടുക്കാം. സോ ചെക്ക് ഇറ്റ് ഔട്ട്. സീ യു വിത്ത് അനദർ വീഡിയോ with another episode of Ask Shafi Show. Bye-bye, take care. That's it. See you.